എല്ലാവർക്കും നമസ്കാരം. മൈൻഡ് ബോഡി ടോണിക്കിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഡോക്ടർ സീത. നമ്മളിൽ പലരും നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുള്ളവരാണല്ലേ. ഇനി ഇതുവരെ കടന്നു പോകേണ്ടി വന്നിട്ടില്ലാത്തവർക്കും എന്തായാലും ജീവിതത്തിൽ എപ്പോഴെങ്കിലുമെല്ലാം ഏതെങ്കിലുമെല്ലാം പ്രതിസന്ധികളെ നേരിട്ടേ പറ്റൂ. ചിലരൊക്കെ പ്രതിസന്ധികളിൽ പെട്ട് അങ്ങ് തളർന്നുപോയി അതിൽ നിന്നും ഉയർന്നെണീക്കാൻ പറ്റാതെ അങ്ങനെ തന്നെ തോൽവി സമ്മതിച്ച് അയ്യോ ഇനി എൻ്റെ ജീവിതം പോയി, എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിരിക്കും. വേറെ ചിലരാകട്ടെ ഫിനിക്സ് പക്ഷി പോലെ ഉയർന്നെഴുന്നേറ്റ് വരും. ഈ പ്രതിസന്ധികൾ എന്ന് പറയുന്നത് പല വിധത്തിലാകാം. ഒന്നുകിൽ എന്തെങ്കിലുമെല്ലാം അപകടകരമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് മനസ്സിന് പ്രയാസമാക്കുന്ന സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നുപെട്ടിരിക്കാം. അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ആസക്തികൾ അല്ലെങ്കിൽ അഡിക്ഷൻസിന് നമ്മൾ അടിമപ്പെട്ടിട്ടുണ്ടാകാം. ഏതെങ്കിലുമെല്ലാം കാരണങ്ങൾ കൊണ്ട്, ഇപ്പം മദ്യമാകട്ടെ, മയക്കുമരുന്നാകട്ടെ, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഡ്രഗ്സ് ആവട്ടെ, അതല്ലെങ്കിൽ സ്മോക്കിംഗ് ആവട്ടെ, പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എന്താ ഈ ഇൻ്റർനെറ്റ് അഡിക്ഷൻ, അതേപോലെ ഈ പലതരത്തിലുള്ള പോൺ വീഡിയോസ് അഡിക്ഷൻ, ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾക്ക് അഡിക്റ്റഡ് ആവാനുള്ള ഒരുപാട് സാധ്യതകൾ തുറന്നു കിടക്കുന്നുണ്ട് നമ്മുടെ മുന്നിൽ ഇന്ന്, അല്ലേ? ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ആസക്തികളിൽ പെട്ടിട്ടുള്ളവർക്കോ അതല്ലെങ്കിൽ ഏതെങ്കിലും എല്ലാം പ്രതിസന്ധികളിൽ പെട്ട് ആകെ തളർന്ന് ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പില്ല എന്ന് വിചാരിച്ച് ആകെ ഹതാശരായി ആകെ നിരാശപ്പെട്ട് വിഷാദമുഖരായി കഴിയുന്നവരോ ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പലരും അത് പുറത്ത് പറയില്ല. ഇനി പറഞ്ഞാൽ തന്നെ പലരും അത് കേട്ട് അവർക്ക് സപ്പോർട്ട് കൊടുത്ത് അവരെ കൈ പിടിച്ച് ഉയർത്തെഴുന്നേറ്റ് കൊണ്ടുവരാൻ ശ്രമിക്കാറുമില്ല. അവരെ കൊണ്ടൊന്നിനും പറ്റില്ല, അല്ലെങ്കിൽ അവരങ്ങനെയാണ് അവരിങ്ങനെയാണ് എന്ന് പറഞ്ഞ് വിധി എഴുതുകയാണ് മിക്കവരും ചെയ്യുന്നത്. ഇത് കാരണം തന്നെ ഏതെങ്കിലും എല്ലാം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർ, പ്രത്യേകിച്ചും ഈ പലതരത്തിലുള്ള അഡിക്ഷൻസ് ഒക്കെ ഉള്ളവർ, പുറമേ പറയാൻ മടിക്കും തങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്താണെന്ന്. ഇങ്ങനെയുള്ളവർക്ക് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള പ്രചോദനം നൽകുന്ന കാര്യമാണ് ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ. അത് ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടമാകട്ടെ, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആസക്തികളാകട്ടെ, ആ ഒരു ഇതിലെല്ലാം പെട്ട് തകർന്ന് തരിപ്പണമായി അവിടെ നിന്നും ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് വരുന്നവരുടെ കഥകൾ കേൾക്കുക എന്നത്. റിയൽ ലൈഫ് എക്സ്പീരിയൻസസ് ഇവർ കേൾക്കുകയാണെങ്കിൽ ഇവർക്ക് തങ്ങളുടെ ജീവിതത്തിലും പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റം ഉണ്ടാകും എന്ന ശുഭപ്രതീക്ഷയും ഇവരിൽ വളർന്നു വരും, അല്ലേ? അപ്പോൾ അതിനാൽ അങ്ങനെയുള്ള ഒരു കഥയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ഈ കഥ ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന എൻ്റെ ആത്മമിത്രത്തിൻ്റെ കഥയാണ്. ഒരു വർഷം മുൻപ് നമ്മുടെ മൈൻഡ് ബോഡി പോസിറ്റീവ് എന്ന ചാനലിൽ ഞാൻ ഇത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ കാണാത്തവർക്ക് ഇവിടെ കാണാവുന്നതാണ്. നിങ്ങൾക്ക് ഈ തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ നിലവിൽ ഇല്ലെങ്കിൽ പോലും ഇത്തരത്തിലുള്ള പ്രചോദനപരമായിട്ടുള്ള കഥകൾ നമുക്ക് ഏവർക്കും എപ്പോഴും ഉപകാരമായി തന്നെ വരും. ഇനി നിങ്ങൾക്കിത് ആവശ്യം ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വീട്ടിലുള്ളവരോ നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരോ പോലും പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടാകും. പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് പലതരത്തിലുള്ള അഡിക്ഷൻസിനുള്ള സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, അല്ലേ? പലതും നമ്മൾ അറിയുക പോലും ഇല്ല. അതിനാൽ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിലും ദയവായി എത്രത്തോളം ഷെയർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ കഥകളെല്ലാം വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ മിക്കവരുടെയും മനസ്സിൻ്റെ ഉള്ളിലേക്ക് ആഴത്തിലേക്ക് അത് ഇറങ്ങിച്ചെല്ലില്ല. അതിനാൽ തന്നെ ഞാൻ വളരെ വിശദമായി തന്നെയാണ് പറയുന്നത്. വിശദമായി കഥയൊന്നും കേൾക്കാൻ താല്പര്യമില്ലാത്തവർ, അതിന് സമയം ഇല്ലാത്തവർ ദയവായി ഇപ്പം തന്നെ സ്കിപ്പ് ചെയ്ത് പോയാട്ടെ. അപ്പോൾ കഥ കേൾക്കൂ. വളരെയധികം മോട്ടിവേഷണലായിട്ടുള്ള എൻ്റെ ഏറ്റവും അടുത്ത എൻ്റെ ആത്മമിത്രത്തിൻ്റെ അനുഭവ കഥയാണ്. അവളുടെ ആ യെസ് നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ എന്ന ആ ഒരു സമ്മതത്തോടെയാണ് ഞാൻ ഈ കഥ ഇവിടെ പറയുവാൻ ഒരുമിടുന്നത്. പതിവ് പോലെ എൻ്റെ ഫ്രണ്ടിൻ്റെ ആ റിയൽ ആയിട്ടുള്ള പേരും റിയൽ ആയിട്ടുള്ള ആ ബാക്കി കുറച്ച് കാര്യങ്ങളുമെല്ലാം മാറ്റി കുറച്ച് മോഡിഫൈ ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. ഇത് കുറച്ച് സമയം എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. തിരുവനന്തപുരത്ത് MBBS എല്ലാം കഴിഞ്ഞ് 2-3 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് എനിക്ക് ഗൈനക്കോളജിയിൽ MD ചെയ്യാൻ മുംബൈയിൽ അവസരം ലഭിച്ചത്. അങ്ങനെ മുംബൈയിൽ വെച്ച് ഞാൻ പരിചയപ്പെട്ട എൻ്റെ സുഹൃത്താണ് കലാ ശർമ്മ. ആ കുട്ടിയും മുംബൈയിൽ MD ഗൈനക്ക് തന്നെ പഠിക്കുകയായിരുന്നു. എന്നേക്കാൾ 1 വർഷം ജൂനിയർ ആയിരുന്നു ആ കുട്ടി. എങ്ങനെയോ ഞങ്ങൾ രണ്ടുപേരും ഒരേ യൂണിറ്റിൽ കുറച്ച് നാൾ ഉണ്ടായിരുന്നു. അതിലുപരി ഒരേ ഹോസ്റ്റലിൽ അടുത്തടുത്ത മുറിയിലായിരുന്നു ഞങ്ങൾ താമസം. അത് കാരണം തന്നെ ഞങ്ങൾ വളരെ നല്ല സുഹൃത്തുക്കളായി. ഞാൻ സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ, അതായത് ആ കുട്ടി ഫസ്റ്റ് ഇയർ MD പഠിക്കുന്ന സമയത്ത്, അതായത് MDക്ക് ജോയിൻ ചെയ്ത് ഒരു 6 മാസമൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു ആ കുട്ടി വിവാഹിതയായത്. നമ്മുടെ മയക്കൊക്കെ കൊടുക്കുന്ന ഡോക്ടർ ഉണ്ടല്ലോ, അനസ്തേഷ്യോളജിസ്റ്റ്, അദ്ദേഹത്തെയാണ് ആ കുട്ടി വിവാഹം കഴിച്ചത്.
അപ്പോൾ ഇവരുടെ വിവാഹം കഴിക്കുന്ന സമയത്ത് അതിൻ്റെ ഹസ്ബൻഡ് ഓൾറെഡി PG എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആളെവിടെയോ വേറെ ഏതോ ഒരു ക്രിട്ടിക്കൽ കെയറിലോ അങ്ങനെ എന്തോ ഒരു ഇതിൽ സൂപ്പർ സ്പെഷ്യലൈസേഷൻ ചെയ്യുമായിരുന്നു. മുംബൈയിൽ തന്നെ വേറെ ഏതോ മെഡിക്കൽ കോളേജിൽ, മുംബൈയിൽ കുറേ മെഡിക്കൽ കോളേജസ് ഉണ്ടല്ലോ. വിവാഹം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും നമുക്ക് മുംബൈയുടെ ആ ഒരു നിയമം അനുസരിച്ചിട്ട് നമ്മൾ ഹോസ്റ്റലിൽ മാത്രമാണ് ഈ PG സ്റ്റുഡൻസ് എല്ലാം താമസിക്കേണ്ടത്. നമ്മുടെ ഓഫ് ഡേയ്സ്, ഞായറാഴ്ചയോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം ഓഫ് ഉള്ളപ്പോൾ മാത്രമേ നമുക്ക് വീട്ടിൽ പോകാൻ പറ്റുള്ളൂ. എൻ്റെ തൊട്ടടുത്ത റൂമിലായിരുന്നു ഞാൻ. സെക്കൻഡ് ഇയർ ആയത് കാരണം എനിക്ക് സിംഗിൾ റൂമായിരുന്നു. പക്ഷേ ഈ കുട്ടിക്ക് 2-3 പേരോടൊപ്പം ഷെയർ ചെയ്യുന്ന ഒരു റൂമായിരുന്നു. അപ്പോൾ മിക്കപ്പോഴും ഈ കുട്ടി എൻ്റെ റൂമിൽ വന്നിരുന്നു. ഞങ്ങൾ രണ്ടുപേരുമാണ് ഒരുമിച്ച് പഠിച്ചുകൊണ്ടിരുന്നത്. ഒരേ സബ്ജക്റ്റ് തന്നെയാണല്ലോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കുറേ കാര്യങ്ങൾ സംസാരിക്കും. ഞങ്ങൾ തമ്മിൽ ഒരുപാട് കാര്യങ്ങളിൽ ഒരേ വേവ് ലെങ്ത് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇങ്ങനെ കഴിഞ്ഞു. ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, സെക്കൻഡ് ഇയർ കഴിഞ്ഞു, ഞാൻ തേർഡ് ഇയറും കഴിഞ്ഞു. ഞാൻ തിരിച്ച് കേരളത്തിലേക്ക് മടങ്ങി വന്നു. ആ കുട്ടി അപ്പോൾ ഫൈനൽ ഇയർ ആയിരുന്നു. അപ്പോൾ ആ കുട്ടി പ്രഗ്നൻ്റ് ആയി ഒരു 5-ാം മാസം 6-ാം മാസം ആയപ്പോൾ എന്തോ ഒരു പ്രശ്നം, എനിക്ക് തോന്നുന്നു അവരെവിടെയോ യാത്ര പോകുകയോ എന്തെങ്കിലും ചെയ്തപ്പോഴോ അങ്ങനെ എന്തോ ആയപ്പോൾ ഈ കുട്ടി എന്തോ തെന്നി അങ്ങ് വീണു. തെന്നി വീണപ്പോൾ വയറടിച്ചാണ് വീണത്. വയറടിച്ച് വീണ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ആ പറ്റിയ ആഘാതത്തിൽ ബ്ലീഡിംഗ് ഒക്കെ ആയി ആ കുഞ്ഞിനെ അവർക്ക് നഷ്ടപ്പെട്ടു. ആ സമയം മുതൽ ഈ കുട്ടിയുടെ മാനസികാവസ്ഥ വളരെയധികം ആകെ ഒരു പ്രശ്നത്തിലായി കേട്ടോ. എപ്പോഴും വിഷാദമുഖയായിട്ടിരിക്കും, ഭയങ്കര ഡിപ്രസ്ഡ് ആവും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കരയും, പെട്ടെന്ന് എല്ലാവരുടെയും ദേഷ്യം വരും. അങ്ങനെ ഒരുപാട് സ്വഭാവത്തിലുള്ള മാറ്റങ്ങൾ ആ കുട്ടിയിൽ കണ്ടു തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കത്തെഴുതുമായിരുന്നു. അപ്പോഴൊന്നും ഫോണൊന്നും നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റില്ല. ഇനി ഫോൺ ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ ഈ ലാൻഡ് ഫോണിൽ നിന്നൊക്കെ വേണം ചെയ്യാൻ. അപ്പോഴൊന്നും നമുക്ക് ഈ മൊബൈൽ ഫോണിൻ്റെ സൗകര്യങ്ങളൊന്നും അത്ര ഇല്ലല്ലോ. അപ്പോൾ എന്നിരുന്നാലും ഞാൻ ലാൻഡ് ഫോണിൽ നിന്ന് ഇവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമായിരുന്നു, ആ കുട്ടിയോട് സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ആ കുട്ടി ഒരുപാട് ഡിപ്രസ്ഡൊക്കെ ആയിരിക്കുമ്പോൾ ആ കുട്ടിയുടെ ഹസ്ബൻഡ് ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ട്, ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് വിളിച്ചിട്ട് പറയുമായിരുന്നു, സീത ഒന്ന് സംസാരിക്കുക കലയോട്, അവൾ ആകെ ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്, ഒന്ന് സംസാരിക്കുന്നു. അങ്ങനെ ഞാൻ സംസാരിക്കുമായിരുന്നു. ഇടയ്ക്ക് ഞാൻ ഓരോ കാര്യങ്ങൾക്കായി മുംബൈയിലേക്ക് പോകുന്ന സമയത്ത് ആ കുട്ടിയുമായിട്ട് കുറേയധികം സമയം ചിലവാക്കുമായിരുന്നു. അപ്പോഴൊന്നും ആ കുട്ടി വീണ്ടും പഴയ പോലെ ആയിരുന്നേ ഇല്ല. ഈ ഒരു സംഭവം കഴിഞ്ഞ് അത് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് ചെന്നപ്പോൾ അതിൻ്റെ അമ്മായി അച്ഛനുമെല്ലാം കുറച്ച് ക്രിട്ടിസൈസ് ചെയ്ത് അവളുടെ ശ്രദ്ധക്കുറവ് കൊണ്ടാണ് ഇങ്ങനെ പറ്റിയത്, അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോന്നും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കൊച്ചിന് ഭയങ്കരമായിട്ട് വിഷമം വന്നു. ഒപ്പം കുറ്റബോധവും വന്നു, താൻ കാരണമാണല്ലോ ഇങ്ങനെ പറ്റിയത് എന്നൊക്കെ. ആ വീഴ്ചയുടെ ആഘാതത്തിൽ ആ കുട്ടിയുടെ ഗർഭപാത്രത്തിനും എന്തോ കുറച്ച് വീക്ക്നെസ് സംഭവിച്ചു തോന്നുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു 4-5 വർഷം കഴിയാണ്ട് ഇനി പ്രഗ്നൻ്റ് ആവാൻ പാടില്ല, പ്രഗ്നൻ്റ് ആയാൽ തന്നെ ചിലപ്പോൾ കോംപ്ലിക്കേഷൻസ് വരാം. അതെല്ലാം കൂടി കേട്ടപ്പോൾ ഈ കൊച്ചിന് കൂടുതൽ വിഷമമായി. ഈ കുട്ടിയുടെ ഹസ്ബൻഡ് പറഞ്ഞു, സാരമില്ല, നമുക്ക് കുഞ്ഞിനെ വേണമെങ്കിൽ അഡോപ്റ്റ് ചെയ്യാം, നീ സമാധാനമായിട്ടിരിക്കും, നീ ഒരു കാര്യം ചെയ്യും, നീ കരിയറിൽ കോൺസെൻട്രേറ്റ് ചെയ്യ്, നീ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യ്, നീ വേണമെങ്കിൽ ലാപ്രോസ്കോപ്പിയോ വേറെ ഇൻഫെർട്ടിലിറ്റിയോ വേറെ എന്തെങ്കിലും സൂപ്പർ സ്പെഷ്യലൈസ് ചെയ്ത് നിനക്ക് എന്താ പഠിക്കണമെന്ന് വെച്ചാൽ പഠിച്ചോ, കുഞ്ഞുങ്ങൾ വരുന്നെങ്കിൽ വരട്ടെ, അതല്ലെങ്കിൽ വരണ്ട, എന്തായാലും 3-4 വർഷത്തേക്ക് ഗർഭം ആവണ്ട എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളതിനാൽ നീ അതിനു വേണ്ടി നീ ഇപ്പം വിഷമിക്കേണ്ട ആവശ്യമില്ല, നീ സന്തോഷമായിട്ട് ഇരുന്നാൽ മതി എന്ന്. നല്ലൊരു ഭർത്താവ് കേട്ടോ. ആ കുട്ടി വന്നിട്ട് ഏതോ ഒരു ഫെലോഷിപ്പ് ഇൻ ലാപ്രോസ്കോപ്പിക് സർജറി എന്ന് പറഞ്ഞ് ജർമ്മനിയിൽ എവിടെയോ പോയി അതിൽ ഫെലോഷിപ്പൊക്കെ എടുത്തു വന്നു. ഇവിടെ എടുത്തു വന്നതിന് ശേഷം ലാപ്രോസ്കോപ്പിയും കാര്യങ്ങളും എല്ലാം ചെയ്തു തുടങ്ങി. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ആശുപത്രിയിൽ മാത്രമല്ല ഒരാൾ പ്രാക്ടീസ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെയും പല സ്ഥലത്തും അങ്ങനെയൊന്നുമല്ല. പക്ഷെ അവിടെ പ്രത്യേകിച്ചും ഒരു ഡോക്ടർ ഫുൾ ടൈം ഒരു ഹോസ്പിറ്റലിൽ നിന്നുള്ള അല്ല, എക്സെപ്റ്റ് ഇൻ മെഡിക്കൽ കോളേജസ്. അവിടെ പോലും എല്ലാവരും പല സ്ഥലത്തും പോകും. 2 മണിക്കൂർ ഒരു സ്ഥലത്ത്, 2 മണിക്കൂർ വേറെ സ്ഥലത്ത്, അങ്ങനെയാണ് പല സർജൻസ് പോലും പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ കുട്ടി ഒരു 2-3 സ്ഥലത്തേക്കൊക്കെ ഇങ്ങനെ സർജറിക്ക് പോകുമായിരുന്നു. അതിൽ ഒരു സ്ഥലത്ത്, ഈ സർജറിക്ക് പോകുന്ന സ്ഥലത്ത് ഈ കുട്ടിയുടെ ഹസ്ബൻഡും അനസ്തേഷ്യോളജിസ്റ്റായിട്ട് അനസ്തേഷ്യ കൊടുക്കാൻ ഓരോ സർജറീസിനൊക്കെ പോകുമായിരുന്നു. ഈ കുട്ടിയുടെ സർജറീസിന് മാത്രമല്ല വേറെ സർജറീസിനും അദ്ദേഹവും പോകുമായിരുന്നു. അങ്ങനെ ഇങ്ങനെ കാലം കഴിഞ്ഞു പോയി. അപ്പോൾ എനിക്കാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ വിഷ്ണു, പിന്നെ ഞാൻ പഠിക്കുമ്പോൾ തന്നെ ഉണ്ടായതാണ്, മനു വന്നിട്ട് അതിന് ശേഷം ഞാൻ പഠിച്ചു വന്ന ഒരു വർഷത്തിനുള്ളിൽ മനുവും ഉണ്ടായല്ലോ. അപ്പോൾ എനിക്കപ്പോഴത്തേക്ക് 2 പിള്ളേരുമായി. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് മാറി ഞങ്ങൾ മലപ്പുറം ജില്ലയിലേക്ക്, അവിടെ നമ്മൾ താൽക്കാലികമായിട്ടൊരു 4-5 വർഷം ഉണ്ടായിരുന്നല്ലോ, ഞങ്ങൾ അവിടെ പോയി. ഞങ്ങളുടേതായ തിരക്കായി. അപ്പോൾ പണ്ടത്തെ പോലെ എന്നും എപ്പോഴും നമുക്ക് കോൺടാക്റ്റ് വെക്കുക, വിളിക്കുക എന്നൊരു കാര്യം അത്രയ്ക്കൊന്നും എളുപ്പമല്ലായിരുന്നു. ഞാൻ എൻ്റേതായ തിരക്കുകളിൽ മുഴുകി, അവളാണെങ്കിൽ അവളുടേതായ ജോലി തിരക്ക്, അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളിൽ മുഴുകി. ഇടയ്ക്ക് ഒരു 2-3 വർഷത്തോളം ഞങ്ങൾ തമ്മിൽ അത്രത്തോളം കോൺടാക്റ്റൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അതിനുശേഷം എന്താ പറ്റിയെന്ന് വെച്ചാൽ ഏകദേശം ഒരു 2006, 2007 ആ ഒരു സമയം ആയപ്പോഴത്തേക്കും എനിക്കൊരിക്കൽ മുംബൈയിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. ഒരു കോൺഫറൻസിനോ ഒരു മീറ്റിങ്ങിനോ അങ്ങനെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ പോകേണ്ടി വന്നത്. അപ്പോൾ പോകേണ്ടി വന്നപ്പോൾ ഞാൻ ഈ കുട്ടിയുടെ നമ്പറെല്ലാം തപ്പിപ്പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു ഹസ്ബൻഡിനോട്, നമ്മുടെ സാറിനോട് പറഞ്ഞു, ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഈ കുട്ടിയുടെ വീട്ടിൽ പോയി താമസിക്കാം, അതായിരിക്കും നല്ലത്, കുറേ കാലമായി കുട്ടിയെ കണ്ടിട്ടെന്ന്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ശരി, ആദ്യം ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് അങ്ങോട്ടേക്ക് പോകുന്നു. എൻ്റെ സിസ്റ്ററിൻലാ മുംബൈയിലാണ്. അപ്പോൾ ആദ്യം സിസ്റ്ററിൻലയുടെ വീട്ടിൽ പോയി അവിടെ 2 ദിവസം താമസിച്ചു.
താമസിച്ച് 3-4 ദിവസത്തെ കോൺഫറൻസാണ്. അതിനുശേഷം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കലയുടെ വീട്ടിൽ പോയി. കലയുടെ വീട്ടിൽ പോയി അവിടെ അടുത്ത 2 ദിവസം കോൺഫറൻസിന് പോകാം എന്ന് കരുതിയാണ് ഞാൻ പോയത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് കലയും ഈ കോൺഫറൻസിന് എന്തായാലും അറ്റൻഡ് ചെയ്യുന്നുണ്ടാകും. കലയും ഗൈനക്കോളജിസ്റ്റ് ആണല്ലോ. അപ്പോൾ ആ മുംബൈയിൽ എത്തിയ ശേഷം ഞാൻ കലയോട് വിളിച്ച് ചോദിച്ചിരുന്നു, ഇങ്ങനെ കലയെ ഞാനിവിടെ എത്തിയിട്ടുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് വരട്ടെ, നിൻ്റെ വീട്ടിൽ വന്നിട്ട് 2 ദിവസം നമുക്ക് നിൻ്റെ കൂടെ കോൺഫറൻസിന് പോകാമെന്ന്. അപ്പോൾ കല എന്നോട് പറഞ്ഞു, ഇല്ല സീത, ഞാൻ കോൺഫറൻസിനൊന്നും അറ്റൻഡ് ചെയ്യാൻ പോകുന്നില്ല, എനിക്ക് അതിനൊന്നും സമയമൊന്നുമില്ല, എനിക്കതിനൊന്നും പറ്റില്ല, എനിക്കതിന് താല്പര്യമൊന്നുമില്ല. അപ്പോൾ അവളുടെ ടൂണും സംസാരത്തിൻ്റെ ആ ഒരു രീതിയൊക്കെ കേട്ടപ്പോൾ എനിക്ക് കുറച്ച് എന്തോ ഒരു പന്തികേട് തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി, നീ കോൺഫറൻസിന് വരുന്നില്ലെങ്കിൽ വേണ്ട, ഞാനൊന്ന് നിന്നെ കാണാൻ വരുന്നു വീട്ടിലെന്ന്. അപ്പോൾ കാണാൻ വന്നോ എന്ന് പറയാൻ പോലും അവൾക്ക് അത്രയ്ക്കൊരു എന്തൂസിയാസം ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നുള്ളൊരു ഒഴുക്കം മട്ടിലാണ് പറഞ്ഞത്. അപ്പം ഞാൻ ചോദിച്ചു, കലയെടുത്ത് ഞാൻ ചോദിച്ചു, നിൻ്റെ ഹസ്ബൻഡ് എവിടെ? ദാസ് എന്നാണ് ഹസ്ബൻഡിൻ്റെ പേര്. ദാസ് എവിടെ? ദാസിനൊന്ന് വിളിക്കും, ഞാൻ ദാസിനോടൊന്ന് സംസാരിക്കട്ടെ. അപ്പം ദാസിൻ്റെ അടുത്ത് കല ഫോൺ കൊടുത്തു. അപ്പം ഞാൻ ദാസിനോട് ചോദിച്ചു, എന്താ, വാട്ട് ഹാപ്പൻ ടു ഹർ, എന്താ അവൾക്ക് പറ്റി? അവളുടെ സൗണ്ടൊക്കെ ഒരുപാട് ഇങ്ങനെ ഇതായിട്ടിരിക്കുന്നുണ്ടല്ലോ, കോൺഫറൻസിനൊന്നും അറ്റൻഡ് ചെയ്യുന്നില്ല എന്ന് പറയുന്നു. സാധാരണ ഏതൊരു കോൺഫറൻസ് ഉണ്ടെങ്കിലും പഠിക്കുന്ന സമയത്ത് ഏതൊരു സെമിനാറും കോൺഫറൻസ് ഉണ്ടെങ്കിലും അവൾ ഓടിച്ചാടി വരുന്നതാണല്ലോ, എന്ത് പറ്റി? അവളുടെ സൗണ്ട് തന്നെ എന്തോ പോലെയുണ്ടല്ലോ, അവൾക്ക് സുഖമില്ല, എന്തായി? ഒരുപാട് കാലമായി ഞാൻ ഇങ്ങനെ കോൺടാക്ട് ചെയ്തിട്ട് ഐ എം സോ സോറി, ഞാനും എൻ്റെ ഓരോ തിരക്കിൽ പെട്ടുപോയി, നമ്മുടേതായ ലൈഫിൻ്റെ ഓരോ പ്രശ്നങ്ങളിൽ പെട്ടുപോയി. അപ്പോൾ ആ ദാസ് എന്നോട് പറഞ്ഞു, എന്തായാലും സീത എന്ത് പണിയാണ് കാണിച്ചത്? നിങ്ങൾ ഇത്ര നല്ല ഫ്രണ്ട്സാണെന്ന് പറഞ്ഞ്, ഇത്രയൊക്കെ അടുത്ത കൂട്ടുകാരാണെന്ന് പറഞ്ഞിട്ട് നീ തിരിഞ്ഞു പോലും നോക്കിയില്ലല്ലോ, നിൻ്റെ ഫ്രണ്ട് എങ്ങനെയുണ്ടെന്ന് പോലും നീ അന്വേഷിച്ചില്ലല്ലോ, അവളുടെ അവസ്ഥ ശരിക്കും പരിതാപകരമാണ് എന്ന് പറഞ്ഞ് ആൾ കുറേ സങ്കടപ്പെടുകയും കുറച്ച് പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്തു. ഇങ്ങനെയാണോ സുഹൃത്തുക്കൾ എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എന്താ പറയും? അപ്പോൾ ആൾ പറഞ്ഞു, ഫോണിൽ കൂടി ഒന്നും പറഞ്ഞാൽ പറ്റില്ല, സീത എത്ര ദിവസം മുംബൈയിലുണ്ട്, സീത ഒരു കാര്യം ചെയ്യും, പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ വീട്ടിലേക്ക് വരൂ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അവർ പണ്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് താമസിച്ചിരുന്ന വീട്ടിൽ നിന്നൊക്കെ മാറിയിരുന്നു. പഠിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ മുംബൈയിൽ പഠിച്ചത് 1994 to 1997 ആണ്. അപ്പോൾ അതും കഴിഞ്ഞിപ്പോൾ ഈ 2006-07 ഞാൻ പോകുന്നത്. അപ്പോൾ ഏകദേശം ഒരു 10 വർഷം കഴിഞ്ഞല്ലോ. അപ്പോൾ അവർ താമസിച്ചിരുന്ന വീട്ടിൻ്റെ അഡ്രസ്സൊക്കെ പറഞ്ഞു അവർ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ വിചാരിച്ചു, എനിക്കിതൊക്കെ കേട്ടപ്പോൾ അടുത്ത ദിവസം കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ പോകാൻ പോലും എനിക്ക് വിഷമമായി. എൻ്റെ ശ്രദ്ധ മുഴുവൻ, അയ്യോ എന്താണ് കലയ്ക്ക് പറ്റിയിട്ടുണ്ടാവുക, എന്താണ് ഈ ദാസ് ഇങ്ങനെ പറയുന്നത് എന്നൊക്കെയുള്ള ആ ഒരു ചിന്തയിലായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ ചേച്ചിയോട്, എൻ്റെ സിസ്റ്ററിനോട് പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, അവസാനത്തെ ദിവസത്തെ കോൺഫറൻസ് അങ്ങ് സ്കിപ്പ് ചെയ്യാം, എന്നിട്ട് ഞാൻ അവളുടെ വീട്ടിൽ പോകാം, എന്താ കാര്യം എന്ന് അറിയട്ടെ, എന്നിട്ട് ഞാൻ അവിടെ നിന്ന് തന്നെ എയർപോർട്ടിലേക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞ് ഞാൻ ഈ കെട്ടും കെട്ടി ഞാൻ അവസാന ദിവസത്തെ കോൺഫറൻസ് പകുതിയല്ല, ഞാൻ ജസ്റ്റ് പോയി സൈൻ ചെയ്തിട്ട്, സർട്ടിഫിക്കറ്റ് കിട്ടണമല്ലോ, സൈൻ ചെയ്തില്ലെങ്കിൽ കിട്ടില്ല, സൈൻ ചെയ്തിട്ട് ഞാൻ ഇവളുടെ വീട്ടിലേക്ക് പോയി. ഹസ്ബൻഡ് അഡ്രസ്സ് തന്നിരുന്നല്ലോ. ഹസ്ബൻഡ് വീട്ടിലുണ്ടായിരുന്നില്ല കേട്ടോ, കാരണം ആൾ ജോലിക്ക് പോയിരിക്കുകയായിരുന്നു. അവിടെ ചെന്നപ്പോൾ കതവ് തുറന്നു തന്നത് എനിക്ക് തോന്നുന്നു അവരുടെ വീട്ടിലത്തെ മെയ്ഡാണ് തോന്നുന്നു. കോനെ എന്ന് പറഞ്ഞ് ഭയങ്കര ഒരു ഇറിറ്റേറ്റഡ് ആയിട്ട്, ഇഷ്ടപ്പെടാത്ത മട്ടിലാണ് ആ സ്ത്രീ കതവ് തുറന്നപ്പോൾ ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഡോക്ടർ കലയുടെ ഫ്രണ്ടാണ്. അപ്പോൾ പറഞ്ഞു, ഡോക്ടർ കല ഉറങ്ങുകയാണ്, അപ്പോൾ ഇപ്പോൾ ആരെയും കാണാനൊന്നും പറ്റില്ല, രാവിലെ 11 മണിക്കായി പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഡോക്ടർ കല ഉറങ്ങുകയാണോ? ഡോക്ടർ കലയ്ക്ക് അറിയാം ഞാൻ വരും എന്ന്, അതുകൊണ്ട് ഒന്ന് പറഞ്ഞാൽ മതി, ഡോക്ടർ സീതയാണ്, കലയുടെ ഫ്രണ്ടാണെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ ശരി, അവിടെ പുറത്ത് നിൽക്കി, ഞാൻ ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് കഥ അടച്ചിട്ട് പോയി. അകത്തേക്ക് ആൾ കയറ്റിയില്ല. സ്വാഭാവികമായിരിക്കും, മുംബൈയിലൊക്കെ ഒരുപാട് കള്ളന്മാരും കള്ളികളൊക്കെ ഉള്ള സമയത്ത് ചുമ്മാ ആരെങ്കിലും ഫ്രണ്ടെന്ന് പറഞ്ഞ് വന്ന് അകത്തേക്ക് കയറ്റി കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അതുകൊണ്ടായിരിക്കും ആ കുട്ടി അങ്ങനെ ചെയ്തത്. ആ കുട്ടി അങ്ങനെ ചെയ്തതിൽ എനിക്കൊരു തെറ്റും എനിക്ക് കാണാൻ പറ്റില്ല. അപ്പം ഞാൻ പുറത്തുനിന്ന് തന്നെ ഇങ്ങനെ അകത്തേക്ക് ഇങ്ങനെ എത്തി നോക്കിയപ്പം അകത്തൊരു ഫോട്ടോ ഫ്രെയിമിൽ 2 പെൺകുട്ടികളുടെ പടമൊക്കെ, ചെറിയ കുട്ടികളുടെ പടമൊക്കെ ഇരിക്കുന്നുണ്ട്. കൂട്ടത്തിൽ കലയും ദാസും കൂടി ഇരിക്കുന്ന പടമൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, അപ്പോൾ കലയ്ക്ക് 2 മക്കളൊക്കെ ആയല്ലേ. ഒരു കുഞ്ഞുണ്ടായ കാര്യം എനിക്കറിയായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ 1-2 പ്രാവശ്യം കറസ്പോണ്ട് ചെയ്തിരുന്നു. എന്നാൽ രണ്ടാമത്തെ കുട്ടി ഉണ്ടായ കാര്യമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. 5 മിനിറ്റോളം എടുത്തു കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞപ്പം ഈ മെയ്ഡ് വന്നിട്ട് കതവ് തുറന്നു. എന്നിട്ട് പറഞ്ഞു, അന്തറാവോ? ഞാൻ അകത്ത് പോയി ആ സോഫയിലൊക്കെ ഇരുന്ന് അവിടുത്തെ ഫോട്ടോസും ബാക്കി കാര്യങ്ങളൊക്കെ കണ്ടു നോക്കിയപ്പോൾ വീടൊക്കെ അത്ര വൃത്തിയായിട്ടൊന്നുമല്ല, വീടൊക്കെ നല്ല അലങ്കോലമായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ വിചാരിച്ചു, ദൈവമേ, ഈ പഠിക്കുന്ന സമയത്തൊക്കെ കല എന്ത് വൃത്തിയുള്ള കുട്ടിയാണ്, ഇപ്പം എന്താണോ ഇങ്ങനെ ചെറിയ പിള്ളേരൊക്കെ ആയതുകൊണ്ടായിരിക്കാം, പിന്നെ സുഖമില്ല, എന്താണ് പ്രശ്നം എന്നറിയില്ല. പക്ഷേ ദാസ് പറഞ്ഞല്ലോ കലയ്ക്ക് എന്തോ പ്രശ്നമുണ്ട്, എന്താ നീ അന്വേഷിക്കാത്തത്? അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നമായിരിക്കും, എന്തായിരിക്കും. എനിക്ക് ഭയങ്കര കുറ്റബോധം തോന്നി. ഞാൻ ഇതുവരെ അന്വേഷിച്ചതേ ഇല്ലല്ലോ എൻ്റെ ഫ്രണ്ടിനെ പറ്റി, പ്രത്യേകിച്ചൊരു കാര്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ അന്വേഷിക്കാതിരുന്നല്ലോ, എന്തൊരു മോശമായി പറഞ്ഞു. ഞാൻ എന്നെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവിടെ ഇരുന്നു.
അവിടെ ഇന്ന് കഴിഞ്ഞപ്പം ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടും 3 മിനിറ്റ് കഴിഞ്ഞിട്ടും കലയെ കാണുന്നില്ല. പതുക്കെ വിരലും കുടിച്ചുകൊണ്ട് ഒരു ചെറിയ പെൺകുട്ടി, ഒരു ഏകദേശം ഒരു 2.5-3 വയസ്സായിട്ടുണ്ടാവും, എനിക്കൊന്നും ചെറിയ കുട്ടി, വലിയ കുട്ടി ഉണ്ടായത് എനിക്കറിയാം, അതിനൊരു 7 വയസ്സൊട്ട് ആയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഒരു ചെറിയ പെൺകുട്ടി ഇങ്ങനെ ആ മേടിൻ്റെ സാരിത്തുമ്പും പിടിച്ചുകൊണ്ട് ഇങ്ങനെ വന്നു. വന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കി. അപ്പോൾ ഞാൻ വാ മോളെ അകത്ത് വാ, അടുത്തോട്ട് വാ പറഞ്ഞിട്ട് ആ കുട്ടി വന്നതും ഇല്ല എൻ്റെ അടുത്ത്. അത് സ്വാഭാവികമായിട്ട് അത് പുറകെ മാറി നിന്നു. പിന്നെയും ഒരു 5-10 മിനിറ്റ് എടുത്തു കല പതുക്കെ പുറത്തേക്ക് വരാൻ. കലയുടെ കോലം കണ്ടപ്പോൾ ഞാനങ്ങ് ഞെട്ടിപ്പോയി. ആകെ എന്തോ ഒരു മയക്കം പിടിച്ച പോലെ, ഒരു സോംബി, അതായത് ആകെ ഉറക്കത്തിൽ നിന്ന് ഇങ്ങനെ ഉറക്കപ്പിച്ചോടെ എണീറ്റ് വരുന്ന പോലെ തലയെല്ലാം അങ്ങ് ആകെ അലങ്കോലമായി, ഒരു പൊട്ടുപോലും ഇടാണ്ട് ഒരു നൈറ്റ് ഡ്രസ്സും ഇട്ടിട്ട് രാവിലെ 11-11:30 മണിക്ക് ഇങ്ങനെ വന്നിരിക്കുക. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി നിനക്ക് കല, എന്ത് പറ്റി? അപ്പോൾ ആളവിടെ ഇരുന്ന്, ആരാ ഇത്, സീതയാണോ? എന്താ എത്ര കാലമായി കണ്ടിട്ട്, എന്ത് പറ്റി, ഇത്രയും കാലമായിട്ട് എന്നെ മറന്നോ? അപ്പം ഞാൻ ചോദിച്ചു, അയ്യോ അങ്ങനെയല്ല, ഓരോ തിരക്കിപ്പെട്ടു പോയത്, നിനക്കെന്ത് പറ്റി അത് പറ. ഇന്നലെ ഞാൻ വിളിച്ചപ്പോൾ ദാസ് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് നിനക്കെന്ത് പറ്റി പറഞ്ഞപ്പം അവളിങ്ങനെ ഒന്നും മിണ്ടുന്നില്ല. അവളിങ്ങനെ കണ്ണും ഇങ്ങനെ പാതി ഉറക്കത്തിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. എനിക്കങ്ങ് ആകെ ഷോക്കായിപ്പോയി. ഞാൻ ചോദിച്ചു, എന്തെങ്കിലും അസുഖമുണ്ടോ നിനക്ക്, എന്താ പറ്റി? എനിക്കൊരു അസുഖമില്ല. ഞാൻ പറഞ്ഞു, നിനക്കിന്ന് ജോലിക്ക് പോകണ്ടേ? ഇല്ല, ഇന്ന് എനിക്ക് തലവേദന ഉണ്ട്, ഞാൻ ജോലിക്ക് പോയില്ല. അപ്പോൾ ആ മെയ്ഡിൻ്റെ അടുത്ത് നിന്നിട്ട് അവൾ പറഞ്ഞു, എൻ്റെ ഫ്രണ്ടാണ്, ഇവർക്കൊന്ന് വെള്ളവും കഴിക്കാൻ എന്തെങ്കിലും കൊണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ മെയ്ഡ് എന്നോട് ചോദിച്ചു, എന്താ വേണ്ടത്, ചായയാണോ കാപ്പിയാണോ? അപ്പം ഞാൻ പറഞ്ഞു, ഏതായാലും കുഴപ്പമില്ല, ഒരു കാര്യം ചെയ്യാൻ ഞാനും കൂടി അടുക്കളയിലേക്ക് വരാം എന്ന് പറഞ്ഞ് ഞാൻ ഈ മെയ്ഡിൻ്റെ ഒപ്പം അടുക്കളയിൽ പോയി. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ മെയിം സാബ്, അതായത് കല, എന്തെങ്കിലും കഴിച്ചോ? അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല മെയിം സാബ് കഴിക്കാറില്ല, ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞിട്ടേ കഴിക്കാറുള്ളൂ, 12 മണി കഴിഞ്ഞാലേ ഉറക്കണിക്കാറുള്ളൂ, 2 മണിക്കേ കഴിക്കാറുള്ളൂ. അപ്പോൾ ജോലിക്കോ എന്നും പോകാറില്ലേ എന്ന് ഞാൻ ആ മെയ്ഡിനോട് ചോദിച്ചു. അപ്പോൾ മെയ്ഡ് പറഞ്ഞു, ഇല്ല, ആഴ്ചയിലോ 1-2 പ്രാവശ്യം ദാസാറ് നിർബന്ധിച്ചാൽ മാത്രം പോകും, അല്ലാതെ പോകില്ല. ഇതൊക്കെ ഹിന്ദിയിലാണ് പറയണത്. ഞാനിപ്പോൾ ഹിന്ദിയിൽ നിങ്ങളോട് പറഞ്ഞു, പിന്നെ ഓരോന്നും മലയാളത്തിൽ തർജ്ജമ ചെയ്യാൻ നിൽക്കുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ബോറാവും. അതുകൊണ്ട് ഞാൻ ഈ മലയാളത്തിൽ ഇങ്ങനെ പറഞ്ഞു പോകുക കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ 1-2 പ്രാവശ്യം ദാസാറ് നിർബന്ധിച്ച് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ജോലിക്കൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു. എനിക്കിതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായി കേട്ടോ. പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഗൈനക്കോളജിയിലൊക്കെ MD ഒക്കെ എടുക്കുന്നത്. എല്ലാവരും തന്നെ, ആരും എളുപ്പത്തിലൊന്നും അല്ല. ഈ MBBS പഠിക്കാനും പാടും, അത് കഴിഞ്ഞ് PG എൻട്രൻസ്, അത് കഴിഞ്ഞിട്ട് ഈ ഗൈനക്കിൽ MD എന്നൊക്കെ പറയുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടി പഠിച്ചിട്ട് ഈ കുട്ടി എന്താ ഇങ്ങനെ പോകാത്തതെന്നൊക്കെ ആയി എൻ്റെ ചിന്ത. എന്തായാലും ഞാൻ വെള്ളം കയ്യിൽ വാങ്ങിച്ചിട്ട് ആ കുട്ടിക്ക് എനിക്ക് ചായയാണോ കാപ്പിയാണോ കഴിക്കാൻ എന്താണോ വേണ്ടതെന്ന് ആ മേഡിനോട് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചിങ്ങോട്ട് വന്നിട്ട് ഞാൻ കലയുടെ അടുത്തിരുന്ന് എന്താ കാര്യം, എന്താ ഇതെന്നൊക്കെ ചോദിച്ചപ്പം കലയാണെങ്കിൽ ഒന്നും കാര്യമായിട്ടൊന്നും സംസാരിക്കുന്നില്ല. ആകെ ഒരു ഡിസോറിയൻ്റ് ആയിട്ടുള്ള മട്ടിലാണ് കല നിൽക്കുന്നത്. എന്നിട്ട് പതുക്കെ കുറേ നേരം കഴിഞ്ഞപ്പം ചായയും കാപ്പിയൊക്കെ വന്നപ്പോൾ ഞങ്ങൾ രണ്ടാളും കുടിച്ച് അവളെ കൊണ്ട് നിർബന്ധിച്ച് കുടിപ്പിച്ച് കുറച്ച് ഭക്ഷണമൊക്കെ കഴിപ്പിച്ചപ്പോൾ അവൾക്ക് കുറച്ച് ഉന്മേഷം. എന്നിട്ട് എന്നോട് ചോദിച്ചു, സീത എങ്ങനെയുണ്ട്? എൻ്റെ 2 കുട്ടികളുടെ കാര്യമൊക്കെ അവർക്ക് അറിയാം കേട്ടോ. കാരണം അവളുടെ 1ാമത്തെ കുട്ടിയെ പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ 2ാമത്തെ മോൻ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് തമ്മിൽ കോൺടാക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ വിഷ്ണുവിനെ മനുവിനെ കുറിച്ചൊക്കെ ചോദിച്ചു, ഞാനിതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു, രാമിന് സാറിനെ കുറിച്ച് ചോദിച്ചു, ഞാനതൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ ചോദിച്ചു, നിൻ്റെ മക്കൾ എത്രയാണ്, മൂത്ത മോൾ എത്രയായി? അപ്പോൾ മൂത്ത മോൾക്ക് 7 വയസ്സ് കഴിഞ്ഞു, 2ാമത്തെ കുഞ്ഞിന് 13 വയസ്സാവുന്നു. കൊച്ചിൻ്റെ പേര് പറഞ്ഞു, തന്മയി എന്ന് പേരൊക്കെ പറഞ്ഞു. അപ്പം വളരെ നല്ല പേര്. കൊച്ച് അവളുടെ മടിയിൽ പോയി ഇരിക്കുന്നുണ്ടായിരുന്നു, ഞാൻ വിളിച്ചിട്ട് വന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ കാര്യം നിനക്ക് പറ്റും, എന്താ നിനക്ക് പ്രശ്നം പറ്റും, എന്താ നീ ഇങ്ങനെ ആവുന്നത്, നിനക്ക് എന്താ പ്രോബ്ലം, എന്താ നീ ഇങ്ങനെ ആകെ തലച്ചുറ്റിയിരിക്കണം? അപ്പോൾ കലയൊന്നും മിണ്ടില്ലേ, എനിക്കൊരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ നിനക്ക് അസുഖം, നീ എന്താ പ്രാക്ടീസിന് പോകാത്ത? ഞാൻ പ്രാക്ടീസിന് പോകുന്നു. എന്തിനാ പ്രാക്ടീസിന് പോകണം? ദാസൻ ഒരുപാട് സമ്പാദിക്കുന്നു, ഞാനെന്തിനാ പ്രാക്ടീസിന് പോകുന്നു? എനിക്കൊന്നും പ്രാക്ടീസിന് പോകണ്ട, എനിക്കിങ്ങനെ എവിടെയെങ്കിലും ഇങ്ങനെ ഇരുന്നാൽ മതി, കിടന്നാൽ മതി, അത്രേ എനിക്ക് വേണ്ടു, എനിക്കത് വേറൊന്നും വേണ്ട. എന്ത് ചോദിച്ചിട്ടും കല ഒന്നും പറയാൻ കൂട്ടാക്കുന്നില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ അന്ന് രാത്രി ഫ്ലൈറ്റാണ് കേട്ടോ. അപ്പോൾ എനിക്ക് എങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു വരണമെന്ന് പോലും അറിയാത്തൊരവസ്ഥ. കാരണം എങ്ങനെ ആ കുട്ടീനെ അവിടെ വിട്ടിട്ട് വരും, എന്താ ഏതാണെന്ന് അറിയാണ്ട് തിരിച്ചു വരാൻ എനിക്കൊരു മനസ്സുമില്ല. ഇവിടെ വീട്ടിലാണെങ്കിൽ നമ്മുടെ പിള്ളേരും ചെറുതാണ് കേട്ടോ. 2007 എന്ന് പറയുമ്പം നമ്മുടെ 2 കുട്ടികളും അത്ര പ്രായമൊന്നും ആയിട്ടില്ല. ഒരാൾക്കൊരു 10-11 വയസ്സായിട്ടുണ്ട്, മറ്റേ ആൾക്കൊരു 8 വയസ്സൊക്കെ ആയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ ഞാനെന്തായാലും സാറിനെ വിളിച്ച് പറഞ്ഞു, ഞാനിങ്ങനെ 1-2 ദിവസം കൂടി ഇവിടെ നിൽക്കട്ടെ, ഇവിടെ ഈ കലയ്ക്ക് എന്താ പ്രശ്നം എന്നറിയില്ല, ആകെ ഒരുമാതിരി ഇങ്ങനെ ഒരു കള്ളുടിച്ച മാതിരി ഇരിക്കുകയാണ്, എന്താ പ്രശ്നം എനിക്കറിയില്ല, എനിക്ക് ദാസം ഒന്ന് ചോദിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് സഹായിച്ചിട്ട് വേണം ഞാൻ വരാൻ, 2 ദിവസം കൂടി കഴിഞ്ഞ് വന്നോട്ടെ, കുട്ടികളാരും നോക്കിക്കോളൂ പറഞ്ഞപ്പം സാറ് പറഞ്ഞു, ഞാൻ നോക്കിക്കോളാം. ആ കാര്യത്തിലൊക്കെ സാറ് ഭയങ്കര സപ്പോർട്ടീവായിട്ടോ. ഞാനിങ്ങനെ ഓരോ കാര്യത്തിനിടയ്ക്ക് എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞു പോകും, അതല്ലെങ്കിൽ എനിക്ക് കുറച്ച് ധ്യാനിക്കണം, എനിക്ക് ആകെ പ്രാന്ത് പിടിക്കുകയാണ്, എനിക്കൊരു 10 ദിവസം പോയി ധ്യാനിക്കണം, ഏതെങ്കിലും അമ്പലത്തിൽ പോകണമെന്ന് പറയും. സാറിന് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും സാറ് പറയും, പൊയ്ക്കോ, ഞാൻ നോക്കി
നോക്കിക്കോളാം എന്ന് പറയും. നമുക്ക് വീട്ടിലങ്ങനെ ഫുൾ ടൈം മെയ്ഡും അങ്ങനെയൊന്നും ഇല്ല. സാറിന് പറ്റുന്ന പോലെ സാറ് നോക്കും. ഞാനങ്ങ് പോവുകയും ചെയ്യും. കാരണം എനിക്കങ്ങനെ ഇടയ്ക്ക് പോയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അപ്പം ഞാനത് സൈഡ് ട്രാക്ക് ചെയ്ത് പോവുക. അപ്പോൾ എന്തായാലും ഞാനവിടെ ഇരുന്നു, കുറച്ച് നേരമൊക്കെ ഇരുന്ന് കലയോട് കുറേ കാര്യങ്ങൾ സംസാരിക്കാൻ നോക്കിയിട്ടും കലയൊന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും പറയുന്നില്ല, അധികമൊന്നും വിട്ട് പറയുന്നില്ല. പണ്ടത്തെ കലയേ അല്ല, നന്നായി മിണ്ടുന്ന കലയേ അല്ല. ഞാനും കലയും സംസാരിക്കുമ്പോൾ രണ്ടുപേരും പരസ്പരം നീ കുറച്ച് നേരം മിണ്ടായി ഞാൻ മിണ്ടട്ടെ, ഞാൻ കുറച്ച് നേരം മിണ്ടായി നീ മിണ്ടട്ടെ എന്നുള്ള ഇതിൽ ഞങ്ങൾ രണ്ടാളും ഒരേ ആ ഒരു ഇതിലാണ് സംസാരിക്കുന്നത്. ഞാനിപ്പോൾ സംസാരിക്കുന്നില്ല, എത്രയധികം സംസാരിക്കുന്നു, അതേപോലെ തന്നെ കല സംസാരിക്കുമായിരുന്നു. അതിൽ നിന്നൊക്കെ മാറി ഇങ്ങനെ അന്തർമുഖിയായ ഒരു കുട്ടിയെ കണ്ടപ്പോൾ എനിക്കങ്ങ് ഭയങ്കര വിഷമായി. എന്തായാലും വൈകിട്ട് ദാസ് വന്നു. അപ്പോൾ ദാസ് വന്നു കഴിഞ്ഞപ്പം എന്നെ കണ്ടപ്പോൾ ദാസ് പറഞ്ഞു, നീ വന്നോ, ഇത്രയും കാലം എടുത്തു അല്ലേ നിനക്കൊന്ന് നിൻ്റെ ഫ്രണ്ടിനെ ഒന്ന് കാണാൻ വേണ്ടി വരാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു, അയ്യോ ഐ എം വെരി വെരി സോറി, എനിക്ക് അറിഞ്ഞില്ല ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്, എന്ത് പ്രശ്നമാണെന്ന് അവളിപ്പോഴും പറയുന്നില്ല. അപ്പോഴാണ് ദാസ് പറയുന്നത്, എങ്ങനെയാണ് അവൾ പറയുക, അവളെങ്ങനെയാണ് പ്രശ്നം പറയുക, അവളെങ്ങനെ ആകെ ഇതായിട്ട് ഇങ്ങനെ ഇരിക്കുകയല്ലേ, അവളെങ്ങനെയാണ് പറയുക, ഞാൻ പറഞ്ഞുതരാം എന്താ പ്രശ്നമെന്ന്, ഈ പ്രശ്നത്തിൽ നിന്ന് അവളെങ്ങനെ കരകയറ്റണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല, നിനക്ക് വല്ലതും നിൻ്റെ ഫ്രണ്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമോ, നീ ഇൻഫ്ലുവൻസ് ചെയ്യും. ഞാൻ പറഞ്ഞു ശരി, എന്നോട് കാര്യം പറയും, എനിക്ക് പറ്റാവുന്നതാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ചെയ്യും, ഞാൻ ഇന്നത്തെ ഫ്ലൈറ്റ് ടിക്കറ്റും കൂടി ക്യാൻസൽ ചെയ്തിരിക്കുക, 2 ദിവസം കഴിഞ്ഞിട്ടേ വരൂ എന്ന് പറഞ്ഞിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ അവരോട് പറഞ്ഞ് സോറിയൊക്കെ ദാസിനോട് പറഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പം ഭക്ഷണമൊക്കെ ഇങ്ങനെയൊക്കെ കഴിച്ച് അപ്പോഴത്തേക്ക് മൂത്ത കുട്ടി സ്കൂളിൽ നിന്നൊക്കെ വന്നു. ആ കൊച്ചിന് ഭക്ഷണമൊക്കെ ആ മെയ്ഡൊക്കെ കൊടുത്തു, ചെറിയ കുട്ടീനെ ഉറക്കി. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം കല പറഞ്ഞു എനിക്ക് ഉറക്കം വരിക, ഞാൻ പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞ് ആളും മിണ്ടാതെ പോയി കിടന്നു. നീ ദാസിനോട് സംസാരിച്ചിരിക്കുന്നു. ഞാൻ ദാസിനോട് ഇങ്ങനെ സംസാരിച്ചു, എന്താ കാര്യം. അപ്പോൾ ദാസ് പറയുകയാണ്, അവൾക്ക് ഒരു 2-3 വർഷം മുമ്പ് വരെ അവൾക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അവൾ മിടുക്കിയായിട്ട് ഈ PG ഒക്കെ കഴിഞ്ഞ് ലാപ്രോസ്കോപ്പി സർജറീസും ബാക്കി കാര്യങ്ങളൊക്കെ ആ ലാപ്രോസ്കോപ്പിയിൽ ഇതൊക്കെ കഴിഞ്ഞ് എല്ലാം ചെയ്തു. ആദ്യത്തെ ആഘാതത്തിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞിട്ടേ കുഞ്ഞാവാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു 3 വർഷം കഴിഞ്ഞപ്പോൾ വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് പ്രഗ്നൻ്റായി, കുട്ടിയായി, ഒരു പ്രോബ്ലവും ഇല്ല. അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇടയ്ക്കൊരു ഡിപ്രഷൻ വരുമായിരുന്നു, എന്നതൊഴിച്ചാൽ അവൾക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ടും അവൾ വളരെ വളരെ ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. രണ്ടാമത് ഈ ആദ്യത്തെ പ്രഗ്നൻസി കഴിഞ്ഞ് രണ്ടാമത് അവൾക്ക് വീണ്ടും ഒരു 4-മത്തെയോ 5-മത്തെയോ മാസമായപ്പോൾ വീണ്ടും അവൾക്കൊരു ഒരു സർവൈക്കൽ ഇൻകോമ്പറ്റൻസി, അതായത് നമ്മൾ ഈ ഷോർട്ട് സർവിക്സ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ എന്തോ വന്നിട്ട് ഒരു 5-ാം മാസത്തിൽ ഒരു പ്രഗ്നൻസി അങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോൾ അവൾക്ക് വീണ്ടും ഭയങ്കരമായിട്ട് വിഷമായി, ഭയങ്കര ഗിൽറ്റ്, ഭയങ്കര കുറ്റബോധം, എന്തോ തൻ്റെ കുറ്റം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നത് എന്നൊക്കെ പറഞ്ഞ് ഈ ചത്തുപോയ കുഞ്ഞുങ്ങളുടെ ശാപം തനിക്കേൽക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോന്നൊക്കെ പറഞ്ഞ് ഹാലൂസിനേഷനൊക്കെ ആയി, ഓരോ തോന്നലുകളിലൊക്കെ ആയി ഭയങ്കര വിഷമമായി. അപ്പോൾ നമ്മൾ സൈക്കാട്രിസ്റ്റിനൊക്കെ കൊണ്ട് കാണിച്ചു. അപ്പോൾ സൈക്കാട്രിസ്റ്റ് പറഞ്ഞു സാരമില്ല, ഭയങ്കര സ്ട്രെസ്സും ഡിപ്രഷനൊക്കെ ഉള്ളതുകൊണ്ട് അത് സാരമില്ല, കാര്യമാക്കണ്ട, അത് ശരിയായിക്കോളും എന്ന് പറഞ്ഞു. കുറച്ച് മരുന്നൊക്കെ കൊടുത്തു, അതൊക്കെ കഴിഞ്ഞു. അതിനുശേഷം അവൾ പ്രാക്ടീസ് പതുക്കെ കുറച്ചു. കാരണം ഇങ്ങനെ പ്രാക്ടീസായി പോയി കഴിഞ്ഞാൽ ശരിയാവില്ല, ആരോഗ്യം ശരിയാവില്ല പറഞ്ഞു. അപ്പോൾ ഈ സർവിക്സൊക്കെ വീക്കാണ്, യൂട്രസൊക്കെ വീക്കാണ് പറഞ്ഞു. കാരണം കല തന്നെ പറഞ്ഞു ഇനിയിപ്പോൾ കൂടുതൽ ഏജ് ആകുമ്പോഴത്തേക്കും ഇനി കൂടുതൽ പ്രശ്നം വരണ്ട, അടുത്ത കുഞ്ഞ് ഉടനെ തന്നെ ആവാം. അപ്പം എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു അത്. എനിക്കെന്ന് പറയുമ്പോൾ ദാസിന് വലിയ താല്പര്യമില്ലായിരുന്നു. എന്നാലും കലയുടെ താല്പര്യത്തിന് വഴങ്ങി ഞാൻ സമ്മതിച്ചു. അങ്ങനെ അവൾ രണ്ടാമത് പ്രഗ്നൻ്റായി തന്മയെ പ്രഗ്നൻ്റ് ആയപ്പം ഒരു 3 മാസം മുതൽ തന്നെ സർവിക്സ് കുറച്ച് ഷോർട്ടായിരുന്നു, കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അത് കാരണം കംപ്ലീറ്റ് ബെഡ് റെസ്റ്റാണ് എടുത്തുകൊണ്ടിരുന്നത്. നോർമൽ ഡെലിവറി അല്ലായിരുന്നു, സിസേറിയനായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഒരു 6 മാസം വരെ അവൾ ആശുപത്രിയിൽ ജോലിക്കൊന്നും പോയില്ല. ഒരു 6 മാസം കഴിഞ്ഞപ്പോഴാണ് പോയി തുടങ്ങിയത്. അപ്പോൾ ഈ തന്മയുടെ പ്രഗ്നൻസിയുടെ തുടക്കം മുതൽ പ്രസവം കഴിഞ്ഞ് 6 മാസം വരെ ഏകദേശം ഒരു 1.5 വർഷത്തോളം അവൾ ആശുപത്രിയിൽ പോയിട്ടില്ല. 1.5 വർഷം കഴിഞ്ഞ് ആശുപത്രിയിൽ പോയപ്പോഴത്തേക്കും ഇവൾ ഈ ലാപ്രോസ്കോപ്പി ചെയ്തിരുന്ന സ്ഥലത്ത് വേറെ ഡോക്ടേഴ്സൊക്കെ വന്നു. അവർക്കായി ഇവളുടെ പേഷ്യൻസ് ഒക്കെ അങ്ങ് പോയി തുടങ്ങി. ഇവളുടെ പേഷ്യൻസ് ഒന്നും പിന്നെ ഇവളുടെ അടുത്ത് തിരിച്ചു വന്നില്ല. എല്ലാവരും വേറെ ഡോക്ടർമാർ കിട്ടിയപ്പം അവരുടെ അടുത്ത് പോയി. അപ്പോൾ ഇവൾ ചെന്നപ്പോൾ ഇവളുടെ പ്രാക്ടീസ് ഒന്നും പിക്കപ്പ് ചെയ്യുന്നില്ല. ഇവൾക്കങ്ങ് ഭയങ്കര സങ്കടമായിപ്പോയി. അങ്ങനെ ഒരു വർഷമൊക്കെ കഴിഞ്ഞു, 1-2 വർഷം അങ്ങനെ കഴിഞ്ഞു. പ്രാക്ടീസൊക്കെ ഭയങ്കര കുറവാണ്. അങ്ങനെയൊക്കെ വന്നപ്പോൾ ഇവൾക്ക് ഭയങ്കര വിഷമമായി. ഇവൾ ജോലി ചെയ്യുന്ന 1-2 സ്ഥാപനത്തിൽ ആ ഓണേഴ്സ് പറഞ്ഞു, നീ ഇങ്ങനെയാണെങ്കിൽ നീ വരണ്ട ഡോക്ടർ, കാരണം നിങ്ങൾ വന്നു കഴിഞ്ഞ കാരണം ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടുന്നില്ല, നമ്മുടെ ഹോസ്പിറ്റലിന് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടുന്നില്ല, അത് കാരണം നിങ്ങൾ വരണ്ട, ഇനി നിങ്ങൾ വേറെ സ്ഥലം അന്വേഷിച്ചോ. ഇതൊക്കെ കേട്ടപ്പോൾ അവൾ ഭയങ്കര ഡിപ്രസ്ഡായി. ഒരു ദിവസം ഭയങ്കര മൈഗ്രെയിൻ ഹെഡേക്കും ഭയങ്കരമായിട്ട് വോമിറ്റിങ്ങും ഒക്കെ വന്നു. എന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി ഡ്രിപ്പൊക്കെ ഇട്ടു. ഞാൻ ജോലി ചെയ്യുന്ന അനസ്തീഷ്യ കൊടുക്കുന്ന സ്ഥലത്ത് പോയി ഡ്രിപ്പൊക്കെ ഇട്ടതിന് ശേഷം അവൾ ഒന്ന് മയങ്ങി എഴുന്നേറ്റപ്പോൾ വീണ്ടും അവൾക്ക് ഇതേ പ്രശ്നം. ആ തലവേദന കുറയുന്നേ ഇല്ല. പിന്നെ അവൾക്ക് എന്തൊക്കെയോ ആകെ ഒരു വിഷമം, എനിക്ക് മരിച്ചാൽ മതി, അങ്ങനെ ഇങ്ങനെ എനിക്ക് ഉറങ്ങിയാൽ മതി, എനിക്ക് ഉറക്കം കിട്ടുന്നില്ല, അങ്ങനെ ഇങ്ങനെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇഞ്ചക്ഷൻ തരണം ഉറങ്ങാൻ വേണ്ടി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മൾ ഈ മയക്കുന്ന സമയത്ത് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഇഞ്ചക്ഷനുണ്ട്, ആ ഇഞ്ചക്ഷൻ ഞാൻ അവൾക്ക് കൊടുത്തു.
ആ ഇഞ്ചക്ഷൻ കൊടുത്തപ്പോൾ അവൾ സുഖമായിട്ട് കിടന്നുറങ്ങി. അതിനുശേഷം അവൾക്ക് മൈഗ്രെയിൻ ഹെഡേക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു 2-3 ആഴ്ച കൂടുമ്പോൾ വന്നുകൊണ്ടേയിരുന്നു. മിക്കവാറും ഡിപ്രഷൻ കൊണ്ടാണ് ഇത് വന്നത് എന്ന് മനസ്സിലാക്കി ഞങ്ങൾ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തൊക്കെ കൊണ്ടുപോയി, സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തൊക്കെ കൊണ്ടുപോയി. അവരൊക്കെ മരുന്നൊക്കെ കൊടുത്തു. ആ മരുന്നൊക്കെ കൊടുക്കുമ്പോൾ തൽക്കാലം കുറച്ച് ശരിയാവും, വീണ്ടും പ്രശ്നമാവും. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അതിശക്തമായ ഹെഡേക്ക് വരുമ്പോൾ അവൾക്ക് ഈ ഇഞ്ചക്ഷൻ, നമ്മൾ ഈ മയക്കുന്ന ആ ഇഞ്ചക്ഷൻ ഉണ്ടല്ലോ, ആ ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അവൾക്ക് ശരിയാവുമായിരുന്നുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര തലവേദന, ഛർദി. ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചയ്ക്ക് അവൾ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര നന്നായിട്ട് വീട്ടു ജോലിയും ചെയ്യും. അതേപോലെ നമുക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ പുറത്തുള്ള ജോലികളും ചെയ്യും. 1-2 സ്ഥലത്ത് ഓപ്പറേഷനൊക്കെ ചെയ്യാനൊക്കെ തുടങ്ങി. ഇങ്ങനെ ഒരു 5-6 മാസം ഏകദേശം ഒരു 15 ഡേയ്സ് ഇൻ്റർവെല്ല് ഇവൾ ഈ ഇഞ്ചക്ഷൻ എടുക്കാൻ തുടങ്ങി. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇഞ്ചക്ഷൻ എടുത്തു തുടങ്ങിയപ്പോൾ അവൾക്ക് ഇഞ്ചക്ഷൻ എടുക്കേണ്ടതിൻ്റെ ഫ്രീക്വൻസി കുറച്ച് കൂടിക്കൂടി വന്നു. അതായത് 2 ആഴ്ചയിലൊരിക്കൽ ഇഞ്ചക്ഷൻ എടുക്കേണ്ടതിന് പകരം ആഴ്ചയിലൊരിക്കൽ എന്ന രീതിയിൽ ഇഞ്ചക്ഷൻ എടുക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ആഴ്ചയിലൊരിക്കൽ ഇഞ്ചക്ഷൻ എടുക്കേണ്ടതായിട്ട് വന്നപ്പോഴും ഞാൻ അത്ര കാര്യമാക്കി എടുത്തില്ല. ഇതൊക്കെ ഈ ദാസ് പറയുന്നതാണ് കേട്ടോ. ഞാൻ അത്ര കാര്യമാക്കി എടുത്തില്ല. സാരമില്ല, അവൾ ആ ഒരു ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച അവൾക്ക് വലിയ കുഴപ്പമില്ലാണ്ട് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ വീട്ടിലത്തെ കാര്യം നോക്കുന്നുണ്ട്, കുട്ടികളുടെ കാര്യം എല്ലാം നോക്കുന്നുണ്ട്, ആളുടെ കാര്യം നോക്കുന്നുണ്ട്, എല്ലാം നോക്കുന്നുണ്ട്, ഹാപ്പിയായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ, കുഴപ്പമില്ല. ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു 8 മണിക്കൂർ കുറച്ചൊരു ഉറക്കം തൂങ്ങി ആകെ കുറുങ്ങിയമാരി ഇരിക്കുന്നെങ്കിലും അത് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ എന്ന മട്ടിൽ ഞാനും അവൾ നിർബന്ധിച്ച് അയ്യോ എനിക്ക് വേണം, അതല്ലാണ്ട് പറ്റില്ല എന്ന് പറയുമ്പോൾ ഞാൻ കൊടുക്കുമായിരുന്നു. അങ്ങനെ ഒരു 6 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി, ഈ ആഴ്ചയിൽ ഒരിക്കൽ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് 2 ദിവസം 3 ദിവസം കൂടുമ്പം ഇഞ്ചക്ഷൻ വേണം എന്ന സ്ഥിതിയിലായി. അപ്പോഴാണ് എനിക്ക് അപകടം മണത്തത്. എൻ്റെ ദൈവമേ, ഇങ്ങനെ ആയാൽ പറ്റില്ല, ഇനി ഇത് തുടർന്ന് പോയി കഴിഞ്ഞാൽ നീ ഇതിനൊരു അഡിക്റ്റായി മാറും. പിന്നെ നിനക്ക് നിൻ്റെ ആ ഒരു കാര്യങ്ങളെല്ലാം നേരെ ചെയ്യാനും പേഷ്യൻസിൻ്റെ കാര്യം നേരെ ചെയ്യാനും ഒന്നും പറ്റാണ്ടാവും. നീ നോക്കുന്ന പേഷ്യൻസിനെ, നീ ഗൈനക്കോളജിയാണ് ഹാൻഡിൽ ചെയ്യണത്, നീ നിൻ്റെ പേഷ്യൻസിനെ നേരെ ചൊവ്വേ നോക്കാണ്ട് അവർക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് പ്രാക്ടീസ് ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് സമാധാനമായിട്ട് കുട്ടികളുടെ കാര്യവും വീട്ടിലത്തെ കാര്യവും എനിക്ക് എന്നിട്ട് ഹാപ്പി ആയിട്ടിരുന്നാൽ മതി, ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ എനിക്കതിന് പറ്റുന്നുണ്ട്, എന്തായാലും എനിക്ക് ഇഞ്ചക്ഷൻ വേണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് 1-2 പ്രാവശ്യം വഴക്കൊക്കെ കൂടിയിട്ടാണ് അവൾ ഇഞ്ചക്ഷൻ എടുത്തത്. അത് കഴിഞ്ഞിട്ട് ഇഞ്ചക്ഷൻ കൊടുക്കാൻ എനിക്ക് തീരെയും താല്പര്യം ഉണ്ടായിരുന്നില്ല. പലപ്പോഴും ഞാൻ ഇഞ്ചക്ഷൻ കൊടുക്കാറില്ലായിരുന്നു. പക്ഷേ എന്തു പറ്റിയെന്ന് വെച്ചാൽ അവൾ ഇടയ്ക്ക് ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോകുമായിരുന്നല്ലോ. ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ എന്ന് പറഞ്ഞ് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവൾ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അവിടെ തിയേറ്ററിലല്ലേ ചെയ്യുന്നത്, അപ്പോൾ തിയേറ്ററിൽ ഇഞ്ചക്ഷൻസ് ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ആരും കാണാതെ അവൾ ഇഞ്ചക്ഷൻസ് എടുക്കുമായിരുന്നു. ഇഞ്ചക്ഷൻ എടുത്തിട്ട് അവൾ ഡോക്ടറിൽ അവൾ സ്വയം ഇഞ്ചക്ഷൻ വെക്കുമായിരുന്നു. അങ്ങനെ അവൾ സ്വയം ഇഞ്ചക്ഷൻ വെക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞത് വളരെ വൈകിയാണ്. ഞാൻ കരുതി ഓക്കെ ഇഞ്ചക്ഷൻ ഇല്ലാതെ തന്നെ ഞാൻ ഈ പറഞ്ഞത്, ഞാൻ സ്ട്രിക്റ്റായിട്ട് തരില്ല എന്ന് പറഞ്ഞത് അവൾ കേട്ട് അവൾ അതിലങ്ങ് സമ്മതിച്ച് അവൾ ഹാപ്പിയായിട്ട് അതല്ലാതെ തന്നെ ഇരിക്കാൻ തുടങ്ങി എന്നാണ് ഞാൻ വിചാരിച്ചത്. ഒരിക്കൽ ഞാൻ കണ്ടു അവളുടെ അലമാരിയിൽ നിന്നും ഒരു കവർ നിറച്ചും ഈ ഇഞ്ചക്ഷൻ്റെ ആ ഒരു ആംബ്യൂളും, പൊട്ടിച്ച ഇഞ്ചക്ഷൻ്റെ ആംബ്യൂളും സിറിഞ്ചും കോട്ടണും എല്ലാം. അപ്പോൾ എൻ്റെ ഹൃദയം അങ്ങ് തകർന്നു പോയി. ഞാൻ അവളോട് ചോദിച്ചപ്പോൾ അവൾ ഓരോ ന്യായീകരണങ്ങൾ പറഞ്ഞു. എന്തായാലും കുറച്ച് നാളത്തേക്ക് മിണ്ടാതിരുന്നു. കുറച്ച് നാളത്തേക്ക് ഞാൻ കുറച്ച് ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ പ്രത്യേകിച്ച് ഇഞ്ചക്ഷനൊന്നും എടുത്തില്ല. അപ്പോൾ കുറച്ച് അസ്വസ്ഥത ഉണ്ടായിരുന്നെങ്കിലും മിണ്ടായിരുന്നു. ഏതോ ഒരു സമയത്ത് ഞാൻ 1-2 ദിവസം അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ എവിടെയോ പോയ സമയം നോക്കി അവൾ വീണ്ടും അത് തുടങ്ങി. അങ്ങനെയായി അടുത്ത ഒരു 2 വർഷം ആയപ്പോഴത്തേക്കും അവൾ ആകെ അങ്ങ് വിഷമത്തിലായി. അവൾ എന്താ ചെയ്യുന്നത്, അവൾ എന്താ പ്രവർത്തിക്കുന്നത്, അവൾ എന്താ പറയുന്നത് ഒന്നും അവൾക്ക് അറിയാണ്ടായി. വീട്ടിൻ്റെ കാര്യം ശ്രദ്ധയില്ല, ഞങ്ങളുടെ കാര്യം ശ്രദ്ധയില്ല, എൻ്റെ കാര്യം ശ്രദ്ധയില്ല, കുട്ടികളുടെ കാര്യം ശ്രദ്ധയില്ല, ആ പേഷ്യൻസിൻ്റെ കാര്യം ശ്രദ്ധയില്ല, ഒന്നും ശ്രദ്ധയില്ല. അങ്ങ് ഭയങ്കര ഇഞ്ചക്ഷൻസൊക്കെ എടുത്ത് അവളുടെ ശരീരം ആസകലം നീരൊക്കെ വന്ന് ആകെ ബുദ്ധിമുട്ടായി, ഭയങ്കര പ്രശ്നമായി. എനിക്കങ്ങ് ഭയങ്കര പേടിയായിപ്പോയി എന്തെങ്കിലും അവൾക്ക് പറ്റിപ്പോകുമെന്ന്. കുറേ പറഞ്ഞു നോക്കി, നമുക്ക് ഏതെങ്കിലും ഒരു ഡോക്ടറെ അടുത്ത് പോകാൻ ട്രീറ്റ്മെൻറ്റ് എടുക്കാം, ഇതിന് അഡിക്ഷന് ട്രീറ്റ്മെൻറ്റ് എടുക്കാം. പക്ഷെ അവൾക്കതൊരു ഭയങ്കര അഭിമാനക്കുറവായിരുന്നു. പണ്ടൊക്കെ അവൾക്ക് വയ്യാതിരുന്ന സമയത്ത് മാനസിക പ്രശ്നം ഉണ്ടായിരുന്നപ്പം അവൾ ഡോക്ടറെ അടുത്ത് വരുമായിരുന്നു. പക്ഷേ ഇപ്പം ഈ ഇഞ്ചക്ഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര വിഷമം. ഞാൻ എങ്ങനെയാണ് ഒരു ഡോക്ടറെ അടുത്ത് എനിക്കിങ്ങനെ ഈ ഇഞ്ചക്ഷന് അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ്റെ മരുന്നിന് അഡിക്ഷൻ ഉണ്ടെന്ന് ഞാൻ എങ്ങനെയാണ് പറയുക, അതുകൊണ്ട് ഞാൻ വരില്ല എന്ന് പറഞ്ഞ് തന്നെ എനിക്ക് തന്നെ വേണമെങ്കിൽ മാറ്റാൻ പറ്റും എന്നൊക്കെ അവൾ പറഞ്ഞ് വാശി പിടിച്ചിരുന്നു. ഞാൻ എൻ്റെ കൺമുന്നിൽ കാണുകയായിരുന്നു ഞങ്ങളുടെ ജീവിതം തകരുന്നത്, എൻ്റെ പിള്ളേരുടെയും എൻ്റെയും അവളുടെയും എല്ലാവരുടെയും തന്നെയും ജീവിതം തകരുന്നത്. എവിടെ നിന്നും എവിടേക്കെത്തി, ഭയങ്കര സങ്കടമായിപ്പോയി. അപ്പോൾ
കുടുംബത്തിലെല്ലാവരും ചോദിച്ചു തുടങ്ങി, ഇത്ര മിടുക്കിയായിട്ടുള്ള പെൺകുട്ടി എങ്ങനെയാണ് ഇങ്ങനെ ആയിപ്പോയത്. കുറേ പേരൊക്കെ എന്നെ കുറ്റം പറയാൻ തുടങ്ങി, കുറേ പേരൊക്കെ അവളെ കുറ്റം പറയാൻ തുടങ്ങി. അവളെ കുറ്റം പറയുമ്പം എനിക്കും അവരോട് എതിർത്ത് പറയാനും പറ്റില്ല, കാരണം എനിക്കും അറിയാം ഇത് പ്രശ്നം തന്നെയാണെന്ന്. അപ്പോൾ ഞാനും ഇടയ്ക്കൊക്കെ അവളെയും കുറ്റം പറയുന്നുണ്ട്. ഞാനും അവളെ കുറ്റം പറയാതിരിക്കുന്നൊന്നുമില്ല, എനിക്കറിയാം അത് അവളുടെ കയ്യിലല്ല എന്ന്. പക്ഷെ ഞാനും കുറ്റം പറയുന്നുണ്ട്, കാരണം അവൾ ശരിയാക്കാൻ വേണ്ടി ഒന്നും നോക്കുന്നില്ല. അങ്ങനെയായി ഒരിക്കലങ്ങ് ഭയങ്കര പ്രശ്നമായി. ഞാൻ അവളോട് പറഞ്ഞു, ഇനി നിനക്ക് എന്നെയും മക്കളെയും നിനക്ക് ജീവനോടെ കാണണമെന്നുണ്ടെങ്കിൽ നീ ഇതിനെന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. നീ പ്രാക്ടീസ് ചെയ്യൊന്നും വേണ്ട, നീ ഒരു പൈസ നീ സമ്പാദിച്ചു കൊണ്ടുവരേണ്ട, ഒറ്റ പൈസ നീ സമ്പാദിക്കേണ്ട, പക്ഷെ നിൻ്റെ ഈ ഒരു അഡിക്ഷനിൽ നിന്ന് നീ മാറിയേ പറ്റൂ. അതല്ലെങ്കിൽ ഞങ്ങളുടെ 3 പേരുടെയും ശവങ്ങളായിരിക്കും നീ കാണുക എന്ന് പറഞ്ഞപ്പോൾ അവൾക്കതൊരു ഷോക്കായി. അപ്പോൾ അവളെ ഒരു 2 ആഴ്ചത്തേക്ക് ഞാൻ, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ എന്തോ വിപാസന മെഡിറ്റേഷൻ റിട്രീറ്റ്. വിപാസന എന്ന് പറയുമ്പോൾ തീരെ സംസാരിക്കാണ്ടുള്ള കുറച്ച് മെഡിറ്റേഷൻ സെൻ്ററാണ് വിപാസന എന്ന് പറഞ്ഞ് ഇപ്പോൾ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ആ വിപാസന മെഡിറ്റേഷൻ സെൻറ്ററിൽ കൊണ്ടുവിട്ടു. ഒരു 2 മാസം അവിടെ അവൾ ആ മെഡിറ്റേഷൻ സെൻറ്ററിൽ ഇരുന്ന് 2 മാസം അവിടെ നിന്ന് പുറത്തേക്കുള്ള പുറത്തുനിന്നുള്ള ഫുഡ് പോലും പറ്റില്ല, പുറത്തുനിന്ന് ആരോട് സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ 2 മാസം ഇരുന്നപ്പോൾ തുടക്കത്തിൽ അവൾക്ക് ബുദ്ധിമുട്ടായെങ്കിലും 2 മാസത്തിനുള്ളിൽ അവളിൽ ഒരുപാട് മാറ്റം ഉണ്ടായി. വീട്ടിൽ വന്നു ഒരു 4-5 മാസം ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. വീണ്ടും ഒരു ദിവസം എങ്ങനെയോ ഒരു ഇഞ്ചക്ഷൻ അവളുടെ കണ്ണിപ്പെട്ടു. ആ ഇഞ്ചക്ഷൻ അവൾ സ്വയം കുത്തിവെച്ചു. വീണ്ടും അവിടെ നിന്ന് തുടങ്ങി. അങ്ങനെ ഇപ്പോൾ ഇങ്ങനെ രണ്ടാമത് ഇങ്ങനെ തുടങ്ങി ഒരു 4-5 മാസമായി. അപ്പോഴാണ് ദേ ഇപ്പോൾ സീത വരുന്നത്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കൊരു പിടിയുമില്ല. ഞാനങ്ങ് കൈവിട്ടിരിക്കുക, എല്ലാം ഈശ്വരന് സമർപ്പിച്ചിരിക്കുക, എന്തോ വരട്ടെ എന്ന മട്ടിൽ. കുട്ടികളുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് വിഷമം. ഇത്രയും കാര്യങ്ങൾ ഇയാൾ പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായി, ഭയങ്കര ഷോക്കായിപ്പോയി. ഇത് ആർക്ക് വേണമെങ്കിലും സംഭവിക്കാവുന്നതാണ് കേട്ടോ, സാധാരണ മനുഷ്യർക്കും സംഭവിക്കാവുന്നതാണ്. എന്നാൽ ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ ഇത് കൂടുതലായിട്ട് സംഭവിക്കാവുന്നതാണ്. കാരണം അവർക്ക് ഈ ഇഞ്ചക്ഷൻസും ബാക്കി മരുന്നുകളായാലും ഇഞ്ചക്ഷൻസ് ആയാലും എല്ലാത്തിനും ആക്സസ് ഉണ്ടല്ലേ, അവർക്കത് കിട്ടാൻ കുറച്ചുകൂടി എളുപ്പമാണല്ലേ. അപ്പോൾ എൻ്റെ ഫ്രണ്ടിന് ഇങ്ങനെ സംഭവിച്ചല്ലോ ഈശ്വര എന്ന് പറഞ്ഞ് എനിക്ക് ഭയങ്കര സങ്കടമായി. അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് മാസത്തിൽ 2 പ്രാവശ്യം എന്ന രീതിയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ കുട്ടിയെ ഫോൺ ചെയ്യുമായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുമായിരുന്നു. ഞാൻ സംസാരിക്കുമ്പോൾ കുറച്ച് നേരത്തേക്ക് അതിനൊരു ആശ്വാസം കിട്ടും. പക്ഷേ വീണ്ടും പഴയപടി കഥ തുറ. എനിക്ക് ബോംബെയിലേക്കും ഒന്നും ഇടയ്ക്കിടയ്ക്ക് പോകാൻ പറ്റുമോ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ സംസാരിക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് ചെറിയ മൊബൈൽ ഫോണൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ ആയി. ഇടയ്ക്കിടയ്ക്ക് അവൾ കുറച്ച് ശരിയാവും, ഇടയ്ക്ക് വീണ്ടും മോശമാവും. കുറച്ചുകൂടി കഴിഞ്ഞപ്പം ഡോക്ടേഴ്സിൻ്റെ ഇടയിലും പേഷ്യൻസിൻ്റെ ഇടയിലും പബ്ലിക്കിൻ്റെ ഇടയിലും അവരുടെ ഫാമിലിയിലുള്ളവരും എല്ലാവരും ഇതിനെക്കുറിച്ച് അറിഞ്ഞു. എല്ലാവരും ഇവളുടെ ഹസ്ബൻഡിനെയും ഇവളുടെ കുട്ടികളെയും ഇവളെയും എല്ലാവരെയും പരിഹസിച്ച് തുടങ്ങി. അപ്പോൾ ഇവൾക്ക് പുറത്തേക്കൊന്നും പോകാൻ പറ്റാതെയായി, ഭയങ്കര വിഷമമായി. പ്രാക്ടീസൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നിന്നു. പേഷ്യൻസിന് ഇവളുടെ അടുത്ത് വരാൻ പേടി. ഇങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങളായി. ഇവർ തമ്മിലും ഭയങ്കര പ്രശ്നമായി. ഈ ഭർത്താവിനാണെങ്കിൽ ഇവളെ കറക്റ്റായിട്ട് എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്? ചിലപ്പോൾ ആൾ അയ്യോ പാവെന്ന് പറഞ്ഞ് ഇഞ്ചക്ഷൻ കൊടുക്കും, വേറെ ചിലപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റായിട്ട് നിൽക്കും. അതല്ലാണ്ട് ഇത് ഇവളുടെ കുറ്റമാണ് എന്ന രീതിയിലാണ് ആളും സംസാരിക്കുന്നത്. അതല്ലാതെ ഇത് അഡിക്ഷൻ പറ്റിപ്പോയി സാരമില്ല, നമ്മൾ ഏതൊരു അഡിക്ഷനെയും ട്രീറ്റ് ചെയ്യുന്ന പോലെ ഇത് ട്രീറ്റ് ചെയ്യണം, അതിനുവേണ്ടി ഞാനും കൂടെ എവിടെ വേണമെങ്കിലും വരാം എന്നാൾ പറഞ്ഞിരുന്നില്ല. നീ എന്താ വേണ്ടത് ചെയ്തോ എന്നുള്ള മട്ടിലായി. അവസാനം ആദ്യമൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കാം. അവസാനം അവൾ പറഞ്ഞാൽ കേട്ടില്ല എന്നറിഞ്ഞപ്പോൾ അയാൾ നീയായി നിൻ്റെ പാടായെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. എന്തായാലും ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞപ്പം ഇടയ്ക്ക് ഓരോ പ്രാവശ്യം മുംബൈയിൽ പോകുമ്പോൾ ഞാൻ ഇവിടെ കലയെ കാണാൻ പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കങ്ങ് ഭയങ്കര സങ്കടം വരുമായിരുന്നു, ശരിക്കും പറഞ്ഞാൽ പേടിയും വരുമായിരുന്നു. ദൈവമേ, ഈ ഒരു അവസ്ഥ ആർക്ക് വേണമെങ്കിൽ വരാം, ഈ കുട്ടിക്ക് വന്ന പോലെ എനിക്കും വരാം, എൻ്റെ ഫ്രണ്ട്സിനും വരാം, എൻ്റെ വീട്ടുകാർക്കും വരാം, ആർക്ക് വേണമെങ്കിൽ വരാം, നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം എന്നൊരു തോന്നലും എൻ്റെ മനസ്സിൽ, ആ ഒരു വാണിങ്ങും എൻ്റെ മനസ്സിൽ വരുമായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ നേരിട്ട് ആദ്യമായിട്ടാണ് ഒരു കൊച്ചിനെ ഇങ്ങനെ കാണുന്നത്, ഇത്രയ്ക്കിങ്ങനെ ഈ ഒരു പ്രശ്നം കാരണം നീറി കഴിയുന്നത്. അവസാനം ഒരു 2012 ആയപ്പം ഈ കുട്ടിക്ക് ഒരു സൗദിയിൽ നിന്ന് ഒരു ഓഫർ വന്നു. സൗദിയിൽ നിന്ന് ഒരു ക്ലിനിക്കിൽ OP കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിനിക്കിൽ ഒരു ഓഫർ കിട്ടി കേട്ടോ. എൻ്റെ അടുത്താണ് ആദ്യം പറഞ്ഞത്, ഇങ്ങനെ ഒരു ഓഫർ വന്നിട്ടുണ്ട് സീത, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല, ഇവിടെ ഞാൻ ജോലിയും ചെയ്യുന്നില്ല, എനിക്ക് എന്നെക്കുറിച്ച് ഒരു വിശ്വാസവും ഇല്ല, ഒരു ആത്മവിശ്വാസവും ഇല്ല. എൻ്റെ ഹസ്ബൻഡിനാണെങ്കിൽ വേറൊരു ഹോസ്പിറ്റലിൽ ഞാൻ പോയി ജോലി ചെയ്യുന്നു ഇഷ്ടമില്ല, കാരണം ആൾക്ക് പേടി, ഞാൻ ഇഞ്ചക്ഷൻ കട്ടെടുത്തിട്ട് സ്വയം കുത്തി വയ്ക്കുമോയെന്ന്. എൻ്റെ പിള്ളേരാണെങ്കിൽ ഞാൻ ഇരിക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഈ മെയ്ഡ്സ് നോക്കുന്നതാണ്, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കൊച്ചുങ്ങൾ കുറച്ച് വലുതാവുകയും ചെയ്തു അപ്പോഴല്ലെങ്കിൽ ഹോസ്റ്റലിൽ വിടാം, ഞാനിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ ചത്തുപോവുകയുള്ളൂ. അപ്പം ഞാനൊന്നൊരു സ്ഥലം മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ശരിയാവുമായിരിക്കും. പിന്നെ ഇങ്ങനെ സൗദി പോലത്തെ ഒരു സ്ഥലമാണെങ്കിൽ അവിടെ ഒന്നും ഇഞ്ചക്ഷൻ നമ്മൾ വേണമെന്ന് വെച്ചാലും കിട്ടില്ല, ആശുപത്രിയിൽ പോയി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിലും വേണമെന്ന് വെച്ചാലും കിട്ടില്ല. ഞാനൊന്ന് പോയാലോ എന്ന് ആലോചിക്കുക. പക്ഷെ ദാസ് സമ്മതിക്കുന്നില്ല, അങ്ങനെയൊന്നും പോയാൽ ശരിയാവില്ല എന്ന്. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല.
അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു കാര്യം ചെയ്യാം, ഞാനൊന്ന് ദാസിനോട് സംസാരിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ദാസിനോട് പറഞ്ഞു. ഞാൻ മാത്രമല്ല, എനിക്കൊന്നും കലയുടെ വേറെ 2-3 സുഹൃത്തുക്കളുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ദാസിനോട് പറഞ്ഞു. ദാസിന് ആദ്യം ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഇവളെങ്ങനെയാണ് തന്നെ മാനേജ് ചെയ്യുക, ഇവിടെ തന്നെ അവൾക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പേടിയാണ്, തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നവരെ ഞങ്ങൾക്ക് പേടിയാണ്. അവളെ എങ്ങനെയാണ് അവിടെ പോയി മാനേജ് ചെയ്യുക? ഞങ്ങളൊക്കെ പറഞ്ഞു അവിടെ പോയാൽ ഏതെങ്കിലും ഒരു ആശുപത്രി ക്വാർട്ടേഴ്സ് ഇവിടെ മാത്രം പോയാൽ മതിയല്ലോ, വേറെ പേടിക്കാനൊന്നും ഇല്ലല്ലോ, അവിടെ പോട്ടെ. പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിസിറ്റിംഗ് വിസ എടുത്ത് പോകാമല്ലോ. അപ്പോൾ എന്തായാലും ഒന്ന് പോകട്ടെ, അല്ലെങ്കിൽ ശരിയാവില്ല. ഒരു മാറ്റം അനിവാര്യമാണ്, മാറ്റം ആവശ്യമാണ്. അങ്ങനെ മനസ്സോടെ ദാസ് സമ്മതിച്ചു. കുട്ടികൾക്കൊക്കെ കുറച്ച് വിഷമമായിരുന്നു അമ്മ പോകുന്നതിന്. പക്ഷെ എന്തായാലും അവൾ പോയി. കല സൗദിയിൽ പോയിട്ട് ഒരു OP, ഒരു ക്ലിനിക്ക്, ഒരു സർജറീസ് ഒന്നും നടക്കുന്ന ഒരു സ്ഥലത്തല്ല. കാരണം സർജറീസൊക്കെ നടക്കുമ്പം ചിലപ്പോൾ കുറേ വർഷമായി നേരെ പ്രാക്ടീസ് ചെയ്തിട്ട് അപ്പം നേരെ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്ന് പറഞ്ഞ് OPയിൽ മാത്രം. വളരെ മിടുക്കിയാണ്. പേഷ്യൻസിൻ്റെ അടുത്തൊക്കെ സംസാരിക്കുക എന്ന് പറയുമ്പോൾ അത്ര മിടുക്കിയ. അപ്പോൾ എനിക്കും കലയ്ക്കുമൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ആ മെഡിക്കൽ കോളേജിലൊക്കെ ചേരണം. ഞങ്ങൾ രണ്ടാളും പഠിപ്പിക്കാൻ ഭയങ്കര ഗംഭീരമായിട്ട് താല്പര്യമുള്ളവരാട്ടോ. അപ്പോൾ അവൾക്കും പറ്റിയില്ല, എനിക്കും പറ്റിയില്ല. അപ്പോൾ അവൾ അവിടെ പേഷ്യൻസിനോടൊക്കെ, ഓരോ പേഷ്യൻസിനോടും വിശദമായി, അവിടെ നിന്ന് ഒരുപാട് പേഷ്യൻസ് ഒന്നും തുടക്കത്തിലുണ്ടായിരുന്നില്ല അവൾക്ക്. അപ്പോൾ അവൾ ഓരോ പേഷ്യൻറ്റിനോടും വിശദമായി കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഒരുപാട് പാകിസ്ഥാനി, ഫിലിപ്പൈൻ പേഷ്യൻസാണ്. അപ്പോൾ ഇംഗ്ലീഷ്, ഹിന്ദിയും മതി. അപ്പം വിശദമായി പറഞ്ഞ് സൗദി പേഷ്യൻസിന് നോക്കാൻ എനിക്കൊന്നും വേറെ ഡോക്ടർ ഉണ്ടായിരുന്നു. വല്ലപ്പോഴും അവർ വരുമ്പോൾ അവരോട് തട്ടിമുട്ടി അറബിക്ക് പറയുമായിരുന്നു. അതല്ലെങ്കിൽ മലയാളീസ് കുറേ ഉണ്ട്, ഇംഗ്ലീഷ് അറിയുന്ന കുറേ പേരുണ്ട്, ഹിന്ദി അറിയുന്ന കുറേ പേരുണ്ട്. അങ്ങനെയാണ് അവൾ മാനേജ് ചെയ്തിരുന്നത്. അങ്ങനെ പേഷ്യൻസുമായിട്ടൊക്കെ വളരെ ചങ്ങാത്തായി. അവൾക്ക് തന്നെ അവളെക്കുറിച്ചുള്ള ആത്മവിശ്വാസമായി. പിന്നെ ഓരോ മാസം ഒരു 3.5-4 ലക്ഷം സമ്പാദിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെയൊക്കെ ആയി. ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ അവൾ തിരിച്ചു വന്നു. 2 വർഷം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്ന് ഡോക്ടർ കല ആദ്യത്തെ കലയല്ലായിരുന്നു, കംപ്ലീറ്റായിട്ട് ടോട്ടലായിട്ട് മാറി. നന്നായി മെലിഞ്ഞ്, മറ്റേത് ഈ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് പിന്നെ ശരീരം ശ്രദ്ധിക്കാതെ തടിച്ച് വീർത്ത് ഏകദേശം ഒരു 105-110 കിലോ ആയിപ്പോയ കൊച്ച് മിടുക്കിയായിട്ട് ഒരു ഏകദേശം ഒരു 80 കിലോനെ കൂടുതലാണ്. എന്നാൽ പോലും 110-80 എന്ന് പറയുമ്പോൾ ഭയങ്കര വ്യത്യാസമല്ലേ. 80 കിലോ ആയി, വളരെ സ്മാർട്ടായി തിരിച്ചു വന്നു. തിരിച്ചു വന്ന് കഴിഞ്ഞിട്ട് ഒരു 5-6 മാസത്തേക്ക് അവൾ എന്ത് ചെയ്തു, ഇവിടെ ഒരു ക്ലിനിക്ക് മാത്രമായിട്ട് OP മാത്രം നോക്കി. സർജറീസൊക്കെ ചെയ്യാൻ പോകാൻ അവൾക്ക് പേടി. അയ്യോ, ഇനി ഞാൻ തിരിച്ച് പോയി കഴിഞ്ഞാൽ വീണ്ടും ഇഞ്ചക്ഷൻ കണ്ടാൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റുമോയെന്ന്. അപ്പോൾ അവളുടെ ഹസ്ബൻഡ് പറഞ്ഞു, സാരമില്ല, അങ്ങനെയൊന്നും പറ്റില്ല, ഇതിപ്പോൾ 2-2.5 വർഷത്തോളം നീ ഇതില്ലാണ്ടിരുന്നില്ല, നിനക്ക് എന്തായാലും തീർച്ചയായിട്ടും അത് ഇനി വരില്ല, അങ്ങനെ വരില്ല. എന്തായാലും അവൾ വീണ്ടും സർജറീസൊക്കെ ചെയ്തു തുടങ്ങി. സർജറീസൊക്കെ ചെയ്തു തുടങ്ങിയപ്പോൾ അവൾക്ക് മനസ്സിലായി സർജറി ചെയ്യാമെന്ന് അവൾക്കിപ്പോൾ വലിയ താല്പര്യമില്ല. അവൾ സൗദിയിലായിരുന്നപ്പോൾ അവൾ കുറച്ച് പേഷ്യൻസേ ഉണ്ടായിരുന്നു. ആ പേഷ്യൻസിന് കുറേ ക്ലാസ്സൊക്കെ എടുത്ത് കുറേ പഠിപ്പിച്ച് അവിടത്തുള്ള മലയാളി സംഘത്തിനൊക്കെ കുറേ ക്ലാസ്സസും കുറേ അവയർനെസ് ക്ലാസ്സൊക്കെ എടുത്തപ്പോൾ അവൾക്ക് വന്നിട്ട് പഠിപ്പിക്കാനുള്ള ആ ത്വര, ആ ആഗ്രഹം വീണ്ടും ഉയർന്നെഴുന്നേറ്റ് വന്നു. അപ്പോൾ അവൾ പറഞ്ഞു, ഞാനാണെങ്കിൽ ഇനി പഠിപ്പിക്കാനായിട്ട് കൂടുതൽ സമയം ചിലവാക്കാൻ പോവുകയാണ്, എനിക്കിനി സർജറീസ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് അവൾ OP മാത്രം കണ്ടക്ട് ചെയ്തിട്ട് അവൾ എന്ത് ചെയ്തു, കുറച്ച് പുസ്തകങ്ങളൊക്കെ എഴുതി കേട്ടോ. കുറച്ച് പുസ്തകങ്ങൾ, ചെറിയ പുസ്തകങ്ങളൊക്കെ എഴുതി പബ്ലിക്കിന് കൊടുക്കാൻ വേണ്ടിയിട്ട് മറാഠിയിൽ കുറേ പുസ്തകങ്ങളൊക്കെ എഴുതി. അതിനുശേഷം അവൾ താമസിക്കുന്ന ആ റെസിഡൻറ്റ് അസോസിയേഷൻ, അവിടെ കുറേ സ്ത്രീകൾക്കും കുട്ടികൾക്കും അഡോളസൻസിനൊക്കെ കുറേ ക്ലാസ്സുകളൊക്കെ എടുത്തു. അങ്ങനെയൊക്കെ എടുത്തപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷം. അവൾ പറയുക, ഒരു ഡോപ്പമിൻ കിക്കാണ് നമുക്ക് കിട്ടുന്ന. അഡിക്ഷനിൽ നമ്മൾ എന്തെങ്കിലും സബ്സ്റ്റൻസ് കുടിക്കുകയോ വലിക്കുകയോ അല്ലെങ്കിൽ ഡ്രഗ്സ് എടുക്കുകയോ കിട്ടുന്ന കിക്ക് എന്താ, ആ കിക്കാണ് എനിക്ക് കിട്ടിയത്, അത്രയ്ക്കും ഞാൻ ഹാപ്പിയായി എന്ന രീതിയിലാണ് അവൾ പറഞ്ഞത് കേട്ടോ. അങ്ങനെ ആയി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര അവൾക്ക് ആത്മവിശ്വാസമായി. ഭയങ്കരമായിട്ട് അവൾക്കൊരു മാറ്റം വന്നു. അവളുടെ ഹസ്ബൻഡിനും കുട്ടികൾക്കൊന്നും വിശ്വസിക്കാൻ പറ്റിയില്ല. അവളുടെ ഹസ്ബൻഡിന് അപ്പോഴും ഒരു ചെറിയ പേടി, അയ്യോ ഇനി എങ്ങാനും ഇതൊക്കെ നൈമിഷികമാണോ, കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പ്രശ്നമാകുമെന്ന്. ഇടയ്ക്കൊക്കെ മുംബൈ പോകുമ്പോൾ ഞാൻ അവളെ കാണുമ്പോൾ എനിക്കങ്ങ് ഭയങ്കര സന്തോഷം വരുമായിരുന്നു. ഭയങ്കര സന്തോഷം, ഭയങ്കര ഒരു ആരാധനയും വരുമായിരുന്നു. അവൾ ഇങ്ങനെ ഒരു തിരിച്ചു വരവ് ഉണ്ടായല്ലോ. സാധാരണ ഇങ്ങനത്തെ ഇതിലൊക്കെ കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ തീർന്നു. 2 വർഷത്തേക്ക് അവൾ സൗദിയിലുണ്ടായിരുന്നല്ലോ കേട്ടോ. ഒരു കോൺട്രാക്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ തിരിച്ചു വന്നു. കാരണം അവൾ പോയതെന്താ, ഇതിൽ നിന്നൊക്കെ ഒരു മുക്തി നേടാൻ. അതിനു വേണ്ടി പോയി, ആ ലക്ഷ്യം സാധിച്ചു. ഒപ്പം കുറേ പൈസയും സമ്പാദിച്ചു അല്ലേ. ട്രീറ്റ്മെൻറ്റ് പോയാൽ സാധാരണ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കണ്ടേ. ഇവൾ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ പോയി കുറച്ച് പൈസയും സമ്പാദിച്ച് ഇവൾ തിരിച്ചു വന്നു. അവളിങ്ങനെ ക്ലാസ്സസ് ഒക്കെ എടുത്തു തുടങ്ങിയപ്പോഴാണ് പറഞ്ഞത്, ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോകണമെന്ന് എന്നോട് ഒരു സംഭവം. ഞാൻ പറഞ്ഞു, യൂട്യൂബ് ചാനലോ? ഇത് 2018 ഒരു ജനുവരിയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോവാണ്. അങ്ങനെ ആകുമ്പോൾ കൂടുതൽ ആൾക്കാരെ പഠിപ്പിക്കാൻ പറ്റും സീത. മറാത്തിയിൽ ഒരു ചാനൽ തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, വളരെ നന്നായി, ഡോക്ടേഴ്സിനാണോ പബ്ലിക്കിന് വേണ്ടി തുടങ്ങാൻ പോവാണ്. ഗൈനക് ടോപ്പിക്സ് മാത്രമല്ല, ബാക്കി എന്തൊക്കെ ടോപ്പിക്സ് എന്നെ കൊണ്ട് പറ്റുമോ അതൊക്കെ പഠിപ്പിക്കാൻ പോവാണ് പറഞ്ഞിട്ട് അവൾ ചാനൽ തുടങ്ങി. അപ്പം സത്യം പറഞ്ഞാൽ അവൾ ചാനൽ തുടങ്ങിയത് കണ്ടപ്പോഴാണ് എനിക്കും പഠിപ്പിക്കാൻ ഇത്രയധികം ആഗ്രഹമുണ്ടല്ലോ. എൻ്റെ അടുത്തും കുറേ പേഷ്യൻസൊക്കെ പറയുന്നുണ്ട്, മാഡം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ നല്ലതായിരിക്കും, കുറേ ആളുകൾക്ക് ഉപകാരമായിരിക്കുന്നു.
എനിക്ക് ഈ മെഡിക്കൽ കോളേജിൽ പോകാൻ പറ്റാത്തത് ഭയങ്കര ഒരു ഇച്ഛാഭംഗമായിട്ട് നിലനിൽക്കുന്ന സമയത്ത്, പേഷ്യൻസും ഇങ്ങനെ പറയുന്ന സമയത്ത് ആലോചിക്കുമെങ്കിലും ഞാൻ വിചാരിക്കും, ഈ പ്രായത്തിൽ കമ്പ്യൂട്ടറിനെ കുറിച്ച് ഒന്നും അറിയാണ്ട് ഞാനിതൊക്കെ തുടങ്ങിയാൽ എന്ത് ചെയ്യും? മകനാണെങ്കിൽ അപ്പോൾ അവിടെ പഠിക്കുകയാണ്, വേറെ സ്ഥലത്തിലെ അവൻ പഠിക്കണത്, എഞ്ചിനീയറിങ്ങിന് പഠിക്കണത് വിഷ്ണു. അപ്പോൾ ആരും എനിക്കിതൊക്കെ പറഞ്ഞു തരും. ഇതൊക്കെ വലിയ മെനക്കെടൊന്നും നമ്മളെക്കൊണ്ട് പറ്റില്ല, ഈ വയസ്സിൽ നമ്മളെക്കൊണ്ടൊന്നും പറ്റില്ല, 50 വയസ്സ് കഴിഞ്ഞു, 51 വയസ്സായി, ഇനിയിപ്പോൾ ഈ പ്രായത്തിൽ പഠിക്കുക ഒന്നും പറ്റില്ല എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഇവൾ എന്നെ മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു, തീർച്ചയായിട്ടും സീതയ്ക്ക് തുടങ്ങാൻ പറ്റും, സീത തീർച്ചയായിട്ടും തുടങ്ങുക. അപ്പോഴും എനിക്ക് ഭയങ്കര ഒരു ആംബിവാലൻസ് ആയിരുന്നു, എങ്ങനെ നടക്കും, നടക്കില്ല. ഞാനിവിടെ യൂട്യൂബ് എടുത്ത് നോക്കുമ്പോൾ എല്ലാവരും കുക്കറി ചാനലും അതേപോലെ അല്ലെങ്കിൽ ട്രാവൽ വ്ളോഗും അല്ലെങ്കിൽ ബ്യൂട്ടി ടിപ്സും, ഇതൊക്കെ നമ്മളിട്ടാൽ ശരിയാവില്ല, നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. കുക്കിംഗ് നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, അത് വേറെ കാര്യം. അതുപോലെ നമ്മളെ കാണാനും അത്ര വിരൂപയൊന്നും അല്ല, അത്യാവശ്യം നമ്മുടെ മുഖമൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്. മേക്കപ്പും കാര്യമൊന്നും ഇട്ടിട്ടില്ലെങ്കിലും അത്യാവശ്യം നമ്മുടെ മുഖം സംരക്ഷണത്തിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതാണ്. പിന്നെ വെയിറ്റ് ലോസ് ഒക്കെ പറഞ്ഞാൽ നമ്മൾ തന്നെ വെയിറ്റ് ഉണ്ട്, ഇനിയിപ്പോൾ ഒരു വെയിറ്റ് ലോസ് ചാനൽ എന്ന് പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാർ ചിരിക്കില്ലേ അല്ലേ? പിന്നെ എന്ത് പറയും? പിന്നെ വേണമെങ്കിൽ ശരിയാ, ഗൈനക് ടോപ്പിക്സ് പഠിപ്പിക്കാം, ന്യൂട്രീഷൻ പഠിപ്പിക്കാം, കൗൺസിലിംഗ് എനിക്ക് പണ്ടേ അറിയാവുന്നതാണ്, അതിനെക്കുറിച്ചൊക്കെ പറയാം, അതൊക്കെ ശരിയാണ്. പക്ഷെ ഞാൻ പറഞ്ഞാൽ എത്ര പേര് കാണും, ഇതൊന്നും പറ്റില്ല എന്ന മട്ടിലിരിക്കുമ്പോഴാണ് അവൾ വീണ്ടും വീണ്ടും എന്നെ പ്രോത്സാഹിപ്പിച്ച് അങ്ങനെ ഞാനും തുടങ്ങിയത് കേട്ടോ. ഞാനും പിന്നെ പേഷ്യൻസും ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ പതുക്കെ പതുക്കെ തുടങ്ങി, മടിച്ച് തുടങ്ങി ഒരു 5-6 മാസത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് കുറച്ചായിട്ട് വന്നത്. ഇതിൻ്റെ ഇടയിൽ അവളുടെ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് ഭയങ്കര അതിഗംഭീരമായി, അത് ശരിക്കും പറഞ്ഞാൽ 1 മില്യണിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സായി. കോഴ്സൊക്കെ അവൾ നടത്തുന്നുണ്ട്, ഒരുപാട് കോഴ്സുകളൊക്കെ പബ്ലിക്കിന് വേണ്ടിയിട്ട്, ഒരുപാട് കോഴ്സുകൾ. ഇങ്ങനെ എങ്ങനെയാണ് കുട്ടികളെ ഈ സെക്ഷൽ അബ്യൂസിൽ നിന്ന് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് നമ്മൾ ചുമ്മാ പറഞ്ഞു കൊടുത്താൽ 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. സീരിയലായിട്ട് അവർക്ക് കോഴ്സ് മാതിരി ഒരു ചെറിയ പൈസ വാങ്ങിച്ചിട്ട് അവൾ പഠിപ്പിക്കുന്നു. അതേപോലെ കോച്ചിങ്, നമുക്ക് ഡിപ്രഷൻ, ടെൻഷൻ, അതേപോലെ അഡിക്ഷൻസ് ഒക്കെ ഉള്ളവർക്ക് അഡിക്ഷൻസിൽ നിന്നും എങ്ങനെ റിക്കവർ ചെയ്യാം അതിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ്. ഇതിൻ്റെ ഇടയ്ക്ക് അവൾ ഇൻ്റർനാഷണൽ ഈ ലൈഫ് കോച്ച് സർട്ടിഫിക്കേഷനും എടുത്തു. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പുറമേയൊക്കെ പോയി ചെയ്യാം. ലോക്ക്ഡൗൺ വരുന്നവരെ അവർ കുറേ സെമിനാർസൊക്കെ അവൾ കണ്ടക്ട് ചെയ്തു. അങ്ങനെ അവൾ ഭയങ്കര മിടുക്കിയായി അതിഗംഭീരമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഒരു റോൾ മോഡൽ അല്ലെങ്കിൽ എൻ്റെ ഒരു മാതൃക എന്ന് പറയുന്നത് അവളാണ് കേട്ടോ. അവൾ ഇതൊക്കെ ചെയ്ത് സക്സസ് ആകുമ്പോൾ എനിക്ക് തോന്നും, ഇപ്പോൾ എനിക്കും ചെയ്യാൻ പറ്റും. അവൾ ഇത്രത്തോളം ഒരു താഴ്ചയിൽ നിന്നും ഇനി ഒരു തിരിച്ചു വരവില്ല. അവളുടെ ഈ കാര്യവും അവളുടെ ഹസ്ബൻഡിൻ്റെ കാര്യം അവളുടെ കുട്ടികളുടെ കാര്യം എല്ലാം കട്ടപ്പോക എന്ന് എല്ലാവരും വിധി എഴുതി തള്ളിയ ആ കുട്ടി തിരിച്ചു വരവ് മാത്രമല്ല, അതിഗംഭീരമായ തിരിച്ചു വരവ്. ഈ കഷ്ടങ്ങളെല്ലാം അനുഭവിച്ചത് കൊണ്ടായിരിക്കാം, ഈ ബുദ്ധിമുട്ടിലൂടെയെല്ലാം കടന്നു പോയത് കൊണ്ടായിരിക്കാം അവളുടെ അടുത്ത് വരുന്ന ക്ലയൻസിനെ നന്നായി മനസ്സിലാക്കാൻ അവൾക്ക് പറ്റുന്നുണ്ട്. വളരെയധികം എംപത്തറ്റിക്കാണ്. അവൾ പറഞ്ഞിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങിയത്, ഞാനോരോ കോഴ്സ് പഠിക്കാൻ തുടങ്ങിയത്. ഞാൻ പറഞ്ഞിട്ട് അവളിപ്പോൾ പഠിക്കാൻ ഒരു കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. അതൊരു വലിയ അച്ചീവ്മെൻ്റ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതും അവളുടെ നിന്നുള്ള ഇൻസ്പിറേഷൻ. ഓഫ് കോഴ്സ് എൻ്റെ കുറേ പേഷ്യൻസും പറഞ്ഞു, എൻ്റെ മോൻ്റെയും കുറച്ച് സപ്പോർട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും തകർന്നു പോയി, ഇനിയൊരു തിരിച്ചു വരവില്ല. കാരണം അത്രയ്ക്കും ഒരു അഡിക്ഷൻ ആയിരുന്നു അവൾക്ക് ഉണ്ടായിരുന്നത്. അവളുടെ പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും എല്ലാം തകർന്നു എന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും സ്വയം പ്രയത്നം കൊണ്ട് മാത്രം, പിന്നെ അവളുടെ ഹസ്ബൻഡിന് അവളെ അധികം ഹെൽപ്പ് ചെയ്യാനൊന്നും പറ്റിയില്ല. പിന്നെ ആൾ തന്നെ നിസ്സഹായ അവസ്ഥയിൽ പോയിരുന്നു. ആൾക്ക് ഇതെന്താ ചെയ്യേണ്ടത്, എങ്ങനെ ശരിയാക്കണം എന്ന് അറിയുന്നില്ല. ഡോക്ടറെ അടുത്ത് വിളിച്ച് അവൾ വരുന്നുമില്ല. അവൾക്കൊരു ഭയങ്കര ഒരു വിഷമം, അഭിമാനക്കുറവ്. പക്ഷേ അവൾ പുറത്തുപോയി അവൾ തന്നെ ആ ഒരു ഡെമൻസിനെയെല്ലാം ഫൈറ്റ് ചെയ്ത് അവൾ തന്നെ അതിൽ നിന്നും മുക്തയായി തിരിച്ച് പൂർവാധികം ശക്തിയോടെ. ഇപ്പോൾ ലാപ്രോസ്കോപ്പി സർജറി ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്. എന്നാൽ ഇങ്ങനെ ആളുകളെ പഠിപ്പിക്കുന്ന, ഇങ്ങനെ മറാഠിയിൽ കുറേ ബുക്ക്ലെറ്റ്സും ഇങ്ങനെ മറാഠിയിൽ കുറേ കോഴ്സും ചെയ്യുന്ന, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റണമെങ്കിൽ അതൊരു അപൂർവമായിട്ട് ഐ സല്യൂട്ട് ഹെർ. ഞാൻ വളരെയധികം ആരാധിക്കുന്ന, ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ കലാ ശർമ്മ. സ്റ്റേജിൽ എനിക്കിതിങ്ങനെ പറയാൻ പറ്റുന്നത് കാരണം അവളുടെ കഥ എന്ന് പറയുമ്പോൾ എനിക്ക് അത്രയും കാണാപ്പാടമാണ്. എൻ്റെ നെഞ്ചിനോട് വളരെ അടുത്ത ഒരു കഥയാണത്, മനസ്സിലായില്ലേ? അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മളിൽ പലരും ഇതേപോലെ പലതരത്തിലുള്ള ആസക്തികൾക്കും പലതരത്തിലുള്ള അഡിക്ഷൻസിനും വിധേയരായിട്ടുണ്ടാവും. കുടിയാകട്ടെ, അതല്ലെങ്കിൽ വലിയാകട്ടെ, അതല്ലെങ്കിൽ ഡ്രഗ്സ് ആവട്ടെ, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആകട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഇത് നമ്മുടെ വീഡിയോസ് എന്തെങ്കിലും കാണുന്ന അഡിക്ഷൻ ആവട്ടെ, എന്ത് തന്നെ ആവട്ടെ, ഏത് അഡിക്ഷനും പാത്വേ ഒന്നാണ്, ഡോപ്പമിൻ പാത്വേ. ആ ഡോപ്പമിൻ കിക്ക്, ഡോപ്പമിൻ ഹൈ വരുന്നത് കാരണമാണ് ഏത് അഡിക്ഷനും ഇങ്ങനെ നിലനിർന്ന് ഇങ്ങനെ കൂടി വരുന്നത്, മനസ്സിലായില്ലേ? അതിന് നമ്മൾ ടാക്കിൾ ചെയ്യാനാണ് പഠിക്കേണ്ടത്. അതല്ലാണ്ട് ഒരു അഡിക്ഷൻ മാറുക എന്ന് പറയുന്നത് ആ ഏത് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഏത് കാര്യത്തിനാണോ അഡിക്ഷൻ അത് നമ്മൾ ചെയ്യാതിരിക്കുക എന്ന് മാത്രമല്ല,
അതിന് പകരം ആ ഡോപ്പമിൻ കിക്ക് കിട്ടാൻ വേണ്ടി വേറെ എന്തെങ്കിലും ചെയ്ത് പതുക്കെ ഇതിനോടുള്ള ഡിപ്പെൻഡൻസ് കുറയ്ക്കണം. സൗദിയിൽ പോയപ്പം കല ചെയ്തെന്ന് പറഞ്ഞാൽ അവൾ വളരെയധികം ക്രിയേറ്റീവാണ്, വളരെയധികം ആർട്ടിസ്റ്റിക്കാണ്. അവൾ കുറേ വരഞ്ഞു, കുറേ എംബ്രോയ്ഡറി ചെയ്തു. അങ്ങനെ ക്രിയാത്മകമായിട്ട് അതിൽ നിന്നൊക്കെ അവൾക്ക് ഡോപ്പമിൻ കിക്ക് കിട്ടി തുടങ്ങി. ചിലർക്ക് കലയെപ്പോലെ വളരെയധികം ഇച്ഛാശക്തിയുള്ളവർക്ക് തന്നെ ഇത് ചെയ്യാൻ പറ്റി. എന്നാൽ നമ്മളിൽ പലർക്കും തന്നെ ചെയ്യാൻ പറ്റില്ല. തന്നെ ഇപ്പം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വിഷമിക്കേണ്ട. അയ്യോ എൻ്റെ ജീവിതം പോയല്ലോ, എന്നെ കൊണ്ട് ഇനി ഒന്നിനും കൊള്ളില്ല എന്നും വിചാരിക്കേണ്ട. ഞാൻ ഇങ്ങനെയാണെന്ന് ആളുകൾ അറിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും എന്നും വിചാരിക്കേണ്ട. ആര് വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ വിചാരിക്കട്ടെ, എല്ലാവരും ചെന്ന് പറയാനും നിൽക്കരുത്. നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്ന കമ്പാഷനോടെ, ആർദ്രതയോടെ, കരുണയോടെ നിങ്ങളെ മനസ്സിലാക്കി നിങ്ങൾക്ക് നേർവഴി തെളിച്ച് തരാൻ പറ്റുന്ന ധാരാളം പ്രൊഫഷണൽസ് ഉണ്ട്, സൈക്കോളജിസ്റ്റ് ഉണ്ട്, കൗൺസിലേഴ്സ് ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ അടുത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ രീതിയിൽ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങളുടെ തന്നെ നന്മകളെ പതുക്കെ നിങ്ങളെ തിരിച്ചറിയാൻ പ്രേരിപ്പിച്ച് ആ അഡിക്ഷൻ്റെ ആ ഒരു ഡോപ്പമിൻ കിക്ക് മാറാൻ വേറെ ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് അനുയോജ്യമായ ഡോപ്പമിൻ കിക്ക് കിട്ടുന്ന സാധനങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങളെ തിരിച്ച് നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കാൻ പറ്റും. നിങ്ങളുടെ എഫേർട്ട് തീർച്ചയായും വേണം. എന്നാൽ ചിലപ്പോഴെങ്കിലും എല്ലാവരും തളർന്നു പോകും, അല്ലേ? നമ്മൾ നോക്കുമ്പോൾ എത്ര കാലം എടുക്കും, ഇതിൽ നിന്നൊക്കെ നമുക്ക് വിമുക്തി കിട്ടുമോ എന്നൊക്കെ നമ്മൾ തോന്നിപ്പോകും. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് പറ്റും. ഇടയ്ക്കൊന്ന് വീണാലും വീണ്ടും എണീക്കാൻ പറ്റും. എണീപ്പിക്കാനാണ് നമ്മളിങ്ങനത്തെ ഗൈഡ്സ് ഉള്ളത്. നമ്മളെ കൈ പിടിച്ച് വായോ ഞാൻ പിടിക്കാം എണീക്ക് എന്ന് പറയാൻ. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൽ അഭിമാനക്കുറവ് വിചാരിക്കേണ്ട ആവശ്യമേ ഇല്ല. നമ്മൾക്ക് വിഷമം വിചാരിക്കേണ്ട ആവശ്യമില്ല, കുറ്റബോധം വിചാരിക്കേണ്ട ആവശ്യമില്ല. ആരും വേണമെന്ന് വെച്ചിട്ട് ഈ ഒരു അഡിക്ഷൻസിലൊന്നും ചെന്ന് പെടുന്നതല്ല. എന്നാൽ സാഹചര്യം വശാൽ എങ്ങനെയെങ്കിലുമൊക്കെ തുടങ്ങി ആ കുടുക്കിൽ, ആ നീരാളി പിടുത്തത്തിൽ വന്ന് പെടുന്നതാണ്. അതിൽ നിന്ന് പുറത്ത് കടക്കാൻ തീർച്ചയായിട്ടും സപ്പോർട്ട് കൂടിയേ തീരും. സപ്പോർട്ടിന് നമ്മൾ അഭ്യർത്ഥിക്കാത്തിടത്തോളം കാലം, സപ്പോർട്ടിന് വേണ്ടി നമ്മൾ മുന്നോട്ട് വരാത്തിടത്തോളം കാലം ആരും പിടിച്ച് നിർബന്ധിച്ച് സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല. നിർബന്ധിച്ച് സപ്പോർട്ട് ചെയ്യാൻ പുറപ്പെട്ടാൽ അതൊട്ട് കാര്യമാവില്ല. അങ്ങനെയാകുമ്പോൾ നമ്മൾ പറഞ്ഞാൽ കേൾക്കില്ല. ഇതാണ് എനിക്ക് വിലപ്പെട്ട സന്ദേശം പറയാനുള്ളത്. അപ്പോൾ ഫിനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേറ്റ കലാശർമ്മ, ഡോക്ടർ കലാശർമ്മ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു വ്യക്തി, ഞാൻ ആരാധിക്കുന്ന ഒരു വ്യക്തി. ഒന്ന് മനസ്സിലാക്കുക, തെറ്റുകളൊന്നും ചെയ്യാതെ പെർഫെക്റ്റായിട്ട് ഒരു ബ്ലെമിഷസും ഇല്ലാതെ ജീവിതം മുന്നോട്ട് നയിക്കുന്നവരെ അല്ല നമ്മൾ ആരാധിക്കേണ്ടത്. അവരല്ല നമ്മുടെ റോൾ മോഡൽസ്. തെറ്റുകൾ പറ്റി, കുറ്റങ്ങൾ ചെയ്ത്, വീഴ്ച സംഭവിച്ച്, എന്നാൽ ആ വീഴ്ചയിൽ നിന്നും അയ്യോന്ന് തകർന്നു പോകാതെ എഴുന്നേറ്റ് അവർ മാത്രമല്ല വിജയിക്കുന്നത്, അവർ മൂലം ബാക്കിയുള്ളവർക്കും ഗുണം നൽകുന്ന രീതിയിൽ തിളങ്ങുന്ന, ശോഭിക്കുന്ന ആൾക്കാരാണ് സമൂഹത്തിൻ്റെ മൂല്യം നിറഞ്ഞ രത്നങ്ങൾ, അല്ലേ? ഇത് കുറച്ച് നീണ്ടതായിപ്പോയി, എത്ര സമയമൊന്നും ഞാൻ കണ്ടില്ല, കുറച്ച് നീണ്ടതായിപ്പോയി. സമയം കിട്ടുന്നതനുസരിച്ച് കാണുക. ബൈ, ടേക്ക് കെയർ, ലവ് യു ആൾ.